Hello everyone. ബി ഇക്കണോമിക്സ് ഫോർത്ത് സെമസ്റ്ററുകാരുടെ മാക്രോ എക്കണോമിക്സ് 2 സെക്കൻഡ് മൊഡ്യൂൾ ആയിട്ടുള്ള തിയറീസ് ഓഫ് ഇൻഫ്ലേഷൻ ആൻഡ് അൺഎംപ്ലോയ്മെൻറ്റിലെ ഒരു തേർഡ് വീഡിയോ ആണിത്. ആ ഒരു മൊഡ്യൂളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സാക്രിഫൈസ് റേഷ്യോ എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു ഇക്കണോമിക് മെഷറാണ്. ഇപ്പോൾ ഇൻഫ്ലേഷൻ്റെ കേസിലേക്ക് വരുമ്പോൾ ഒരു കൺട്രിയുടെ ടോട്ടൽ പ്രൊഡക്ഷനും ഔട്ട്പുട്ടിൽ ഉണ്ടാവുന്ന വേരിയേഷൻ അല്ലെങ്കിൽ ഈ ഒരു ഇൻഫ്ലേഷൻ കാരണം എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെടുക്കുന്നു എന്നാണ് സാക്രിഫൈസ് റേഷ്യോയിൽ പറയുന്നത്. സോ ദ സാക്രിഫൈസ് റേഷ്യോ ക്വാണ്ടിഫൈസ് ദ കോസ്റ്റ് ഓഫ് ഫൈറ്റിംഗ് ഇൻഫ്ലേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഇറ്റ് റെപ്രസെൻറ്റ്സ് ദ ലോസ് ഇൻ ഇക്കണോമിക് ഔട്ട്പുട്ട് ഫോർ ഈച്ച് 1% ചേഞ്ച് ഇൻ ഇൻഫ്ലേഷൻ. നമ്മളിപ്പോൾ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൽ 1% പോലും ചേഞ്ച് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ എക്കോണമിയുടെ ടോട്ടൽ ഔട്ട്പുട്ടിൽ എപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ലോസ് ഉണ്ടാക്കിയെടുക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ സാക്രിഫൈസ് എന്ന് പറയുന്നത് എന്താണ് നമുക്കറിയാം, ത്യാഗം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഇൻഫ്ലേഷൻ കൂടുന്നതിനനുസരിച്ചിട്ട് നമുക്ക് കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ഇത്ര രൂപയായിരിക്കാം. ആ ഒരു എമൗണ്ടിന് നമുക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് കഴിയുന്ന സാധനങ്ങളുടെ, അതായത് ഔട്ട്പുട്ട് എന്ന് പറയുന്ന ഒരു സാധനം അവിടെ ഉണ്ടാവുന്നതുകൊണ്ടല്ലേ നമ്മൾ സാധനങ്ങൾ വാങ്ങുന്നത്. അങ്ങനെ ഒരു സാധനം വാങ്ങാനുള്ളതിൻ്റെ ഒരു ക്വാണ്ടിറ്റി കുറയുക, അല്ലെങ്കിൽ അവിടെ ഒരു ഇക്കണോമിക് ഔട്ട്പുട്ട് അല്ലെങ്കിൽ GDP ഉണ്ടാവുന്ന ഒരു ലോസിനെയാണ് അവിടെ പറയുന്നത്. The sacrifice ratio measures the loss of output when the inflation rate is reduced by 1% point എന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ആയിട്ട് ഇതിൽ പറഞ്ഞത്, if a typical sacrifice ratio is 5, it means the reducing inflation by 1% point cost of economy 5% of 1 year's real GDP. അപ്പോൾ നമ്മുടെ ഈ ഒരു സാക്രിഫൈസ് റേഷ്യോ ഒരു 5 ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ അവിടുത്തെ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് 1% എന്നുള്ള രീതിയിൽ കുറയുകയാണെന്നുണ്ടെങ്കിൽ എക്കോണമിയിൽ ആ ഒരു വർഷത്തെ റിയൽ ഉണ്ടാവുന്ന GDPയുടെ 5% ചെലവാക്കുന്നു എന്നാണ് സാക്രിഫൈസ് റേഷ്യോയുടെ അർത്ഥം വരുന്നത്. ഇനി ഇതിനെ ഡിഫൈൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ ഇക്വേഷൻ ആയിട്ട് പറയുന്നത് ക്യുമുലേറ്റീവ് കോസ്റ്റ് ആസ് പെർസെൻറ്റേജ് ഓഫ് GDP ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് പോയിന്റ് ഡിക്രീസ് ഇൻ ഇൻഫ്ലേഷൻ എന്നുള്ള രീതിയിലാണ്. സോ ജസ്റ്റ് എന്താണ് ഈ ഒരു സാക്രിഫൈസ് റേഷ്യോ എന്ന് മനസ്സിലാക്കി വെക്കുക, എന്നിട്ട് ഈ ഒരു ഡെഫിനിഷൻ ഒന്ന് പഠിക്കാം. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ റോ ഇൻഫ്ലേഷനെ കുറിച്ചിട്ടാണ്. So headline inflation is a measure of the total inflation within an economy including commodities as such as food and energy prices. Consumer price index is used as the measure of headline inflation in India. അപ്പോൾ ഈ നമുക്കറിയാം ഫുഡ് റിലേറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ എനർജി റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രൈസുകളൊക്കെ ഉണ്ടാവും. ഇപ്പോൾ കമ്മോഡിറ്റീസ് ഉൾപ്പെടെയുള്ള ടോട്ടലായിട്ട് ഒരു എക്കോണമിയിൽ ഉള്ളിൽ, അതായത് ഒരു എക്കോണമിയുടെ ഉള്ളിലുണ്ടാവുന്ന ഡിവൈഡ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ആ ഒരു എക്കോണമിയിൽ ഉണ്ടാവുന്ന മൊത്തം ഒരു ഇൻഫ്ലേഷൻ്റെ ഒരു അളവുകോലാണ് ഈ ഒരു ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്കത് പറയാം, CPI ഉപയോഗിച്ചിട്ടാണത് പറയുന്നത്, അതായത് ഉപഭോക്തൃ വില സൂചിക എന്ന് നമ്മൾ പറയും, കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് എന്ന്. അത് ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ പറയുന്നത്. ഇന്ത്യയിൽ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഒരു ഹെഡ്ലൈൻ ഇൻഫ്ലേഷനാണ്. സോ നമ്മുടെ ഫുഡ് റിലേറ്റ് ചെയ്തിട്ടും അതുപോലെ എനർജി റിലേറ്റ് ചെയ്തിട്ടുള്ള കമ്മോഡിറ്റീസിലും ഒക്കെ തന്നെ ഒരു മാർക്കറ്റിൻ്റെ ഉള്ളിൽ തന്നെ അല്ലെങ്കിൽ നമ്മുടെ എക്കോണമിയുടെ ഉള്ളിൽ തന്നെ മൊത്തം ഇൻഫ്ലേഷൻ്റെ ഒരു അളവുകോലായിട്ടാണ് നമ്മൾ ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ പറയുന്നത്. ഇനി നമുക്ക് പറയാനുള്ളത് കോർ ഇൻഫ്ലേഷനെ കുറിച്ചിട്ടാണ്. സോ കോർ ഇൻഫ്ലേഷൻ ഈസ് എ മെഷർ ഓഫ് ഇൻഫ്ലേഷൻ ദാറ്റ് എക്സ്ക്ലൂഡ്സ് ഫുഡ് ആൻഡ് എനർജി പ്രൈസസ്. കോർ ഇൻഫ്ലേഷൻ റിമൂവ്സ് ഗുഡ്സ് സബ്ജക്ട് ടു volatile price movements from the basket of commodities used in the estimation of headline inflation. The commodities subject to violate price movements are food, beverages, vegetables and crude oil. Since the price of these products change daily, they are removed from the estimation of core inflation. അപ്പോൾ ഈ ഒരു കോർ ഇൻഫ്ലേഷൻ ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫുഡ് അതുപോലെ എനർജി പ്രൈസസ് ഒക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ തന്നെ ഒഴിവാക്കുന്ന ഒരു ഇൻഫ്ലേഷൻ്റെ, അതായത് ഇതെല്ലാം ഒഴിവാക്കിയിട്ടുള്ള ഒരു ഇൻഫ്ലേഷൻ്റെ അളവുകോലാണ് ഈ ഒരു കോർ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ഇതിൽ നമ്മുടെ മെയിനായിട്ടുള്ള ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് കണക്കാക്കാൻ ഉപയോഗിക്കുന്നത് ഇപ്പോൾ കമ്മോഡിറ്റീസിൽ നല്ല മൂവിങ് ആയിട്ടുള്ള രീതിയിലുണ്ടാവും. അതായത് ഇപ്പോൾ പലതരത്തിലുള്ള പാനീയങ്ങൾ, പച്ചക്കറി, ക്രൂഡ് ഓയിൽ, ഇതൊക്കെ തന്നെ എന്ത് ചെയ്യും, ഈ കമ്മോഡിറ്റീസ് എന്ന് പറയുന്നത് എപ്പോഴും സ്ഥിരമായിട്ടുള്ള രീതിയിലുള്ളൊരു പ്രൈസ് ആയിരിക്കില്ല ഉണ്ടാവുക, എപ്പോഴും ഒരു ചേഞ്ച് ഉണ്ടായിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ വില എന്ന് പറയുന്നത് ഡെയിലി അത് മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് വെച്ചിട്ട് നമ്മുടെ ഇൻഫ്ലേഷൻ അളക്കാൻ വേണ്ടി പറ്റില്ല. പ്രധാന പണപ്പെരുപ്പം എന്ന് പറയുന്നത് കണക്കാക്കുന്നതിൽ നിന്ന് ഇവയൊക്കെ തന്നെ നീക്കം ചെയ്യപ്പെടുന്നു. അങ്ങനെ കോർ ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന ഈ ഒരു കാര്യം ഡിഫൈൻ ചെയ്യുന്നു. അതായത് ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞു ഫുഡും എനർജി റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രൈസസിനൊക്കെ തന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കിയെന്ന്. അതിൻ്റെ ഒന്നും ഇൻഫ്ലേഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കൂട്ടുന്നില്ല, അളവുകോലായിട്ട് കൂട്ടുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ
എപ്പോഴും ചലനങ്ങൾ, അതായത് ഈ പ്രൈസിൽ പലതരത്തിലുള്ള ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവുന്നതാണ്. ഇപ്പോൾ ഭക്ഷണം, പാനീയം, പച്ചക്കറികൾ, ക്രൂഡ് ഓയിൽ, നമുക്കറിയാം പെട്രോളിൻ്റെ വില കൂടുന്നത്, അങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. അതുപോലെ നമ്മുടെ പച്ചക്കറിയുടെ വില കൂടുന്നു, അങ്ങനെ എല്ലാത്തിനും വില ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അത് ഡെയിലി മാറിക്കൊണ്ടിരിക്കുന്നു വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് ഇതൊന്നും നമ്മുടെ ഇൻഫ്ലേഷൻ്റെ ഇതിലേക്ക് കൂട്ടാൻ വേണ്ടി പറ്റില്ല. അങ്ങനെ കണക്കാക്കുന്ന ഒന്നാണ്. അപ്പോൾ ഇതിനെല്ലാം എക്സെപ്റ്റ് ചെയ്തിട്ട് കണക്കാക്കുന്ന ഒന്നാണ് കോർ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ഓട്ടോ എക്സ്റ്റീൻ ആണ് കേട്ടോ. ഇനി എന്തൊക്കെയാണ് ഇൻഫ്ലേഷൻ അളക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന മെഷർമെൻറ്റ്സ് എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞു കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അതുപോലെ എന്തൊക്കെ തരത്തിലുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ ഇന്ത്യയിൽ ഇൻഫ്ലേഷൻ നടക്കുന്നുണ്ട്, ഇന്ത്യയിൽ ഇത്ര പെർസെൻറ്റേജിലാണ് ഇൻഫ്ലേഷൻ നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ആണ്, അതായത് CPI ആണ്. ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് എന്ന് പറയുന്നത് WPI ആണ്. അതുപോലെ GDP ഡിഫ്ലേറ്റർ ആണ്. ഇത് മസ്റ്റായിട്ടും പഠിച്ചു വയ്ക്കണം. ഇനി ഇതിലെ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, The consumer price index is a measure designed to track changes in the price of a market basket of goods and services commonly purchased by consumers. അപ്പോൾ നമ്മുടെ കൺസ്യൂമേഴ്സ്, അതായത് ഉപഭോക്താക്കൾ സാധാരണയായിട്ട് വാങ്ങുന്ന കമ്മോഡിറ്റീസിൻ്റെയും സർവീസസിൻ്റെയും ഒക്കെ തന്നെ മാർക്കറ്റിലുണ്ടാവുന്ന ഒരു പ്രൈസിലുണ്ടാവുന്ന ഫ്ലക്ച്വേഷൻസ്, ആ മാറ്റങ്ങൾ ട്രാക്ക് ചെയ്യുന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന ഒരു നടപടിയാണ് നമ്മൾ ഈ പറയുന്ന കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ രാജ്യത്തിലുണ്ടാവുന്ന മൊത്തത്തിലുള്ള ഒരു പ്രൈസിലുണ്ടാവുന്ന ചലനത്തെയാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരൊറ്റ ഇൻഡെക്സ് എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ ആളുകൾ സാധാരണയായിട്ട് വാങ്ങുന്ന ആ കമ്മോഡിറ്റീസിൻ്റെയും സർവീസസിൻ്റെയും മാർക്കറ്റിലെ വിലയിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ ട്രാക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. അപ്പോൾ എക്കോണമിയിലെ ഓരോ ഇനത്തിനും എന്ന് പറയുന്നത് സാധാരണ ഇപ്പോൾ ഏതൊക്കെയാണോ കൺസ്യൂമേഴ്സ് ചിലവിടുന്നത്, ഇപ്പോൾ ഏതൊക്കെ സാധനങ്ങളായിരിക്കും ആളുകൾ വാങ്ങുന്നുണ്ടാവുക, എപ്പോഴും വാങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്താണ്, അല്ലെങ്കിൽ ചില സീസൺസിൽ വാങ്ങിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ്. അപ്പോൾ ഈ ചിലവിടൽ എന്ന് പറയുന്നത്, അവരുടെ പൈസ എന്ന് പറയുന്നത് ചിലവാക്കുന്നത് പല പാറ്റേൺസിലായിരിക്കും. അപ്പോൾ ആ പാറ്റേൺസ് മനസ്സിലാക്കുക, അതിനൊക്കെ തന്നെ ഒരു വെയിറ്റേജ് നൽകുക. അതുപോലെ കൺസ്യൂമേഴ്സിൻ്റെ മുൻഗണനകളിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ, അതായത് ഇപ്പോൾ ചിലവർക്ക് കൺസ്യൂമേഴ്സ് ആദ്യം ഇന്നൊരു സാധനം വാങ്ങിക്കഴിഞ്ഞ് പിന്നെ ചിലപ്പോൾ എന്തെങ്കിലും കാരണം കൊണ്ട് മറ്റൊരു സാധനത്തിലേക്ക് എല്ലാവരും മാറാം. അപ്പോൾ ഈ മാറ്റങ്ങളെയൊക്കെ തന്നെ റിഫ്ലക്റ്റ് ചെയ്യും. ആ ഒരു ടോട്ടലായിട്ട് മാർക്കറ്റിനെ മനസ്സിലാക്കിയെടുക്കുക എന്നുള്ള കാര്യങ്ങളും, ഇതിനെ ടോട്ടലായിട്ട് അവരുടെ മാർക്കറ്റിൻ്റെ സ്ട്രക്ചറിനെ അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ തന്നെ ഈ ഒരു കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യയിൽ തന്നെ നമ്മൾ ഈ പറയുന്ന CPIയുടെ നമ്പേഴ്സിന് 4 സീരീസ് ഉള്ളതായിട്ടാണ് പറയുന്നത്. ഇൻ ഇന്ത്യ there are 4 series of consumer price index. CPI for industrial workers. അപ്പോൾ ഇൻഡസ്ട്രിയൽ വർക്കേഴ്സിന് വേണ്ടിയിട്ടുള്ള CPI എന്ന് പറയുന്നത്, ഇത് അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്ന വർഷം 2006 ആണ്. അപ്പോൾ ബാസ്ക്കറ്റ് കവേഴ്സ് 160 കമ്മോഡിറ്റീസ്. അപ്പോൾ ഈ ഒരു എക്കോണമിയിലെ ആ ഒരു ബാസ്ക്കറ്റിൽ ഒരു 160 കമ്മോഡിറ്റീസ് ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അതുപോലെ ഏറ്റവും അവസാനം ഇത് കണക്ക് കൂട്ടിയിട്ട് ഒരു പ്രതിമാസ നിരക്കിലാണ് ഇത് പറയുന്നത്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് CPF അഗ്രികൾച്ചർ വർക്കേഴ്സ് ആണ്. അവർ 1986 to 87 ഇതൊരു അടിസ്ഥാന വർഷമായിട്ട് എടുത്തിരിക്കുന്നത്. അവരുടെ ബാസ്ക്കറ്റിൽ എന്ന് പറയുന്നത് 260 കമ്മോഡിറ്റീസ് ആണ് ഉൾക്കൊള്ളുന്നത്. തേർഡ് വൺ എന്ന് പറയുന്നത് അർബൻ അല്ലെങ്കിൽ നോൺ മാനുവൽ എംപ്ലോയീസിന് വേണ്ടിയിട്ടുള്ളതാണ്. അതായത് മാനുവലായിട്ട് ജോലി ചെയ്യാത്ത അർബൻ ഏരിയാസിലുള്ളവർക്ക്. അതൊരു 1984-85 കാലഘട്ടങ്ങളിലാണ് അതിൻ്റെ ഒരു ബേസ് ഇയർ ആയിട്ട് പറയുന്നത്. ഇതിൽ 365 കമ്മോഡിറ്റീസ് ആണ് ഉൾക്കൊള്ളുന്നത്. ഫോർത്ത് വൺ എന്ന് പറയുന്നത് CPI for റൂറൽ ലേബേഴ്സിനെയാണ്. അത് തിട്ടപ്പെടുത്തിയിരിക്കുന്നത് 1986 to 87 അവിടുത്തെ പ്രൈസുകൾ എന്ന് പറയുന്നത്, ബാസ്ക്കറ്റിൽ എത്ര കമ്മോഡിറ്റീസ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 260 കമ്മോഡിറ്റീസ് ആണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി. ഇപ്പോൾ ഇതാണ് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സിനെ കുറിച്ചിട്ടാണ്, അതായത് WPI എന്ന് പറയുന്നത്. അപ്പോൾ ഹോൾസെയിൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം മൊത്തത്തിലുള്ളത് എന്നാണ്. അപ്പോൾ ഒരു മൊത്ത വില സൂചിക എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ പറയാൻ വേണ്ടിയിട്ട് നോക്കാം. അപ്പോൾ ഇത് പ്രതിമാസമാണ് ഇത് കളക്ട് ചെയ്യുന്നത്, അതിൻ്റെ റിപ്പോർട്ടുകളൊക്കെ തന്നെ പറയുന്നത്. അപ്പോൾ ഒരു സീരീസ് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ 2011 to 12 വരെയുള്ള രീതിയിലൊരു ബേസ് ഇയറിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. സോ ഇറ്റ് കവേഴ്സ് എ ബാസ്ക്കറ്റ് ഓഫ് 697 commodities excluding services and non-tradable goods. The index is derived from wholesale price of traded goods across the sectors. അപ്പോൾ ഈ സേവനങ്ങളും അതുപോലെ തന്നെ ടോട്ടലായിട്ട് ട്രേഡബിൾ അല്ലാത്ത ചരക്കുകളും ഒഴികെ 697 കമ്മോഡിറ്റീസ് ആണ് ഇതിൻ്റെ ബാസ്ക്കറ്റിൽ പെടുന്നത്. അപ്പോൾ ഈ 3 മേഖലകളിൽ ഉണ്ടാവുന്ന ട്രേഡ് റിലേറ്റ് ചെയ്തിട്ടുള്ള
ഇപ്പോൾ നമ്മുടെ വ്യാപാരം റിലേറ്റ് ചെയ്തിട്ടുള്ള ചരക്കുകളുടെ മൊത്തം വിലയിൽ നിന്നാണ് ഈ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് എന്ന് വരുന്നത്. അപ്പോൾ ടോട്ടലായിട്ട് പറയുമ്പോൾ എങ്ങനെയാണ് പറയുക, നമ്മുടെ സർവീസസും ഉണ്ടാവില്ല, അതുപോലെ ട്രേഡബിൾ അല്ലാത്ത ചരക്കുകളും ഒഴികെയാണ് 697 എണ്ണം വരുന്നത്. അപ്പോൾ ഇതിലൊരു കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് അത് കുറച്ചുകൂടി ക്ലിയർ ആവും. പ്രൈമറി ആർട്ടിക്കിൾസിൽ പറയുന്നത് ദസ് കാറ്റഗറി ഇൻക്ലൂഡ്സ് ഫുഡ് ആർട്ടിക്കിൾസ്, നോൺ ഫുഡ് ആർട്ടിക്കിൾസ് ആൻഡ് മിനറൽസ് ടോട്ടലിംഗ് 117 items with a weight of 22.62% in the WPI. അപ്പോൾ ഈ ഒരു കാറ്റഗറിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഭക്ഷ്യവസ്തുക്കൾ, അതല്ലാത്ത വസ്തുക്കൾ, ധാതുക്കളൊക്കെ പെടുന്നതാണ്. ഇതിൽ WPIയിൽ നോക്കുമ്പോൾ അതിൻ്റെ ഒരു റേറ്റ് അനുസരിച്ചിട്ട് 22.62% ഇതാണ് WPIയിൽ കിടക്കുന്നത്. ഇതിൽ 117 items ഉണ്ട് എന്നാണ് പറയുന്നത്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഫ്യൂവൽ, പവർ, ലൈറ്റ്, ലൂബ്രിക്കൻസിനെ കുറിച്ചിട്ടൊക്കെയാണ്. അതിൽ ഇപ്പോൾ നമ്മുടെ കൽക്കരികളെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട്. കംപ്രൈസിങ് 16 items such as coal, petroleum products and electricity. This subsector carries a weight of 13.15% in the WPI. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഇന്ധനം, ഊർജ്ജം, വെളിച്ചം ഇതിനൊക്കെയാണ് പറയുന്നത്. അപ്പോൾ കൽക്കരി, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, നമ്മുടെ ഇലക്ട്രിസിറ്റി തുടങ്ങിയിട്ടുള്ള 16 items ആണ് ഇതിനകത്ത് പെടുന്നത്. അപ്പോൾ ഈ ഒരു മേഖലയിൽ WPIൻ്റെ വെയിറ്റേജ് എന്ന് പറയുന്നത് 13.15% ആണ്, 15% ആണ്. ഇനി പഞ്ചസാര, കോട്ടൺ തുണിത്തരങ്ങൾ, അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള കെമിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ, സിമൻറ്റ്, ഇരുമ്പ്, ഇപ്പോൾ മെഷീനറീസ്, അങ്ങനത്തെ ഉപകരണങ്ങളൊക്കെ ഇല്ലേ, ഇതൊക്കെ ആഡ് ചെയ്തിട്ടുള്ള ഒരു 564 items ഉൾക്കൊള്ളുന്ന ഒരു മേഖലയുണ്ട്. അതിന് WPIയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ 64.23% ആണ് വെയിറ്റേജ് കൊടുക്കുന്നത്. അങ്ങനെ ഇന്ത്യയിൽ ഇൻഫ്ലേഷൻ കണക്കാക്കുന്നത് പോയിന്റ് ടു പോയിന്റ് എന്നുള്ളൊരു ബേസിലാണ്. അതായത് ഒരു വർഷത്തിൽ ഇത്ര നിർദ്ദിഷ്ട മാസത്തിൻ്റെ അവസാനത്തിൽ നമ്മുടെ WPI എന്ന് പറയുന്നത് അതേ തന്നെ മുൻ വർഷത്തിലെ അതേ ദിവസം WPIയുമായിട്ട് എന്ത് ചെയ്യും, അത് കമ്പയർ ചെയ്യുന്നു. അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് വർഷത്തിൽ WPIയിലെ ഒരു പെർസെൻറ്റേജ് എന്ന് പറയുന്നത് എത്ര ഇൻഫ്ലേഷൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് എന്ന് ആ ഒരു നിരക്കിനെ കുറിച്ച് നിർണ്ണയിക്കുന്നു. അപ്പോൾ ടോട്ടലായിട്ട് ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് എന്ന് പറയുന്നത് മൊത്തത്തിലുണ്ടാകുന്ന ഒരു വില സൂചികയെ അടിസ്ഥാനമാക്കിയിട്ട് ഇൻഫ്ലേഷൻ എങ്ങനെ സംഭവിക്കുന്നു. അപ്പോൾ ഇവിടെയൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രൈസിലുണ്ടാവുന്ന വ്യത്യാസം, പ്രൈസിലുണ്ടാവുന്ന ഫ്ലക്ച്വേഷൻസ്, അതിപ്പോൾ കൺസ്യൂമർ റിലേറ്റ് ചെയ്തിട്ടുള്ളതാണോ, ഹോൾസെയിൽ റിലേറ്റ് ചെയ്തിട്ടാണോ എന്നൊക്കെ അതൊക്കെ തന്നെ നോക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഇൻഫ്ലേഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളിൽ ഒരു ഡിഫറൻസ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ പലതരത്തിലുള്ള മേഖലകളിൽ എന്തൊക്കെ കാര്യങ്ങൾ, അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രീതിയിൽ ഇതിനൊന്ന് കാറ്റഗറി ചെയ്തിട്ട് അത് എത്രത്തോളം WPIയിൽ വെയിറ്റേജ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ 22.62% പ്രൈമറി ആയിട്ടുള്ള ആർട്ടിക്കിൾസിന് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇന്ധനവും ഊർജ്ജത്തിനൊക്കെ 13.15% വെയിറ്റേജ് കൊടുക്കുന്നുണ്ട്. അതായത് പഞ്ചസാര, കോട്ടൺ തുണിത്തരങ്ങൾ, അങ്ങനെ ഇരുമ്പ്, മിഷനറീസ്, ഇതിനൊക്കെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, 64.23% വെയിറ്റേജ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഹോൾസെയിൽ ആയിട്ടുള്ള രീതിയിലാണ് ഇത് പറയുന്നത്. അപ്പോൾ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ 2021 മാർച്ച് 31 WPI എന്ത് ചെയ്യാണ്, ഒരു കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യും, ആരുമായിട്ടാണ് കമ്പയർ ചെയ്യുക, അതായത് WPI എടുത്തു, അതായത് ആ നിരക്കും കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ അത് 2020 മാർച്ച് 13 WPI ആയിട്ട് എന്ത് ചെയ്യും, അത് കമ്പയർ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഇനി ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് വാട്ട് ഈസ് GDP ഡിഫ്ലേറ്റർ എന്നുള്ളതാണ്. അപ്പോൾ GDP deflator എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ആസ് എ റേഷ്യോ ഓഫ് GDP അറ്റ് കറണ്ട് പ്രൈസസ് ടു GDP അറ്റ് കോൺസ്റ്റൻറ്റ് പ്രൈസസ്. അപ്പോൾ GDP എന്ന് പറയുന്നതിൽ ഇപ്പോൾ കറണ്ട് പ്രൈസസിലും അതുപോലെ കോൺസ്റ്റൻറ്റ് പ്രൈസസിലും ഉണ്ടാവുന്ന ആ ഒരു റേഷ്യോ വെച്ചിട്ടാണ് GDP ഡിഫ്ലേറ്റർ എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ GDP ഡിഫ്ലേറ്റർ ദാറ്റ് ഈസ് ഈക്വൽ ടു GDP അറ്റ് കറണ്ട് പ്രൈസസ് ഡിവൈഡഡ് ബൈ GDP അറ്റ് കോൺസ്റ്റൻറ്റ് പ്രൈസസ്. അപ്പോൾ നിലവിലുണ്ടാവുന്ന വിലയിലുള്ള GDPയും സ്ഥിരമായിട്ടുള്ള വിലയിലുള്ള GDPയും തമ്മിലുള്ള ഒരു റേഷ്യോനെയാണ് GDP ഡിഫ്ലേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നതും നമ്മൾ ഈ പറഞ്ഞ പോലെ ഇത് ഡിവൈഡ് ചെയ്തിട്ടാണ്. So this measure covers all economic activities including services and is available only on an annual basis, typically with the lag of over 1 year. അപ്പോൾ ഇത്തരത്തിലുള്ള സേവനങ്ങളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളും ടോട്ടലായിട്ട് അതിൻ്റെ ഉൾപ്പെടെയുള്ള എല്ലാ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ്, അതായത് ഇക്കണോമിക് ആക്ടിവിറ്റീസ്, അതുപോലെ വാർഷിക അടിസ്ഥാനത്തിൽ മാത്രമാണ് നമുക്കൊരു ആനുവൽ ആയിട്ടുള്ള കാര്യങ്ങളുടെ എല്ലാ കാര്യങ്ങളും ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ സാധാരണയായിട്ട് ഒരു വർഷത്തിലധികം അല്ലെങ്കിൽ ആ ഒരു കാലതാമസം എടുത്തുകൊണ്ടാണ് GDP ഡിഫ്ലേറ്റർ കാൽക്കുലേറ്റ് ചെയ്തത്. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് മെഷർ ഓഫ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് ഇന്ത്യയിൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നു എന്നാണ്. കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സും WPIയും നമ്മൾ പറഞ്ഞു. ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് GDP ഡിഫ്ലേറ്റർ ആണ്. അപ്പോൾ GDP ഡിഫ്ലേറ്റർ വെച്ചിട്ടും ഇൻഫ്ലേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ GDP എന്ന് പറയുന്നത്
ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ആണെന്നും ഓവറോൾ ഔട്ട്പുട്ട് ആണെന്നും അതെങ്ങനെ ഇൻഫ്ലേഷനെ ബാധിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇൻഫ്ലേഷൻ മെഷർ ചെയ്യുന്നതിൽ നമ്മുടെ നിലവിലുണ്ടാവുന്ന വിലയിലെ GDPയും അതുപോലെ കോൺസ്റ്റൻ്റ് ആയിട്ട് നിന്നുകൊണ്ടിരുന്ന GDPയും എന്ന ആ ഒരു റേഷ്യോ തമ്മിൽ കണ്ടുപിടിച്ചിട്ടാണ് GDP ഡിഫ്ലേറ്റർ എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു 1 ഇയർ എടുക്കും എങ്ങനെ പോയി കഴിഞ്ഞാലും GDP ഡിഫ്ലേറ്റർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതായത് ഇയർലി ബേസിസിലാണ് നമ്മൾ GDP കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദി പ്രൊഡ്യൂസർ പ്രൈസ് ഇൻഡെക്സ് അതായത് PPI കുറിച്ചിട്ടാണ് ഇനി ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇറ്റ് ട്രാക്സ് ദ rate of change in prices of producer goods and services over time, including raw materials and intermediate goods. ഈ അസംസ്കൃത വസ്തുക്കൾ അതുപോലെ ഇൻ്റർമീഡിയറ്റ്സ് ആയിട്ടുള്ള കമ്മോഡിറ്റീസ് അങ്ങനെ അതുൾപ്പെടെ കാലക്രമേണ എല്ലാത്തിലും ഉണ്ടാവുന്ന ഒരു വിലയുടെ മാറ്റത്തിൻ്റെ നിരക്കിനെയാണ് എന്ത് ചെയ്യുക പ്രൊഡ്യൂസർ പ്രൈസ് ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ റോ മെറ്റീരിയൽസ് ഒക്കെ തന്നെ ആരാണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്? പ്രൊഡ്യൂസറാണ്. അതുപോലെ ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ളതും അങ്ങനെ ഈ പ്രൊഡക്ഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ചരക്കുകളുടെയും അതായത് സേവനങ്ങളുടെയും ഒക്കെ തന്നെ വിലയിലെ മാറ്റത്തിൻ്റെ നിരക്കിനെ കുറിച്ചിട്ടാണ് PPIയിൽ പറയുന്നത്. അപ്പോൾ ഈ കമ്മോഡിറ്റീസിൻ്റെ ഒക്കെ തന്നെ വില എന്ന് പറയുന്നത് വർദ്ധിക്കുന്നതിനനുസരിച്ചിട്ട് ഏറ്റവും അവസാനമായിട്ട് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു സാധനം വാങ്ങുകയാണ്. ആ സാധനം പ്രൊഡ്യൂസർ റിലേറ്റ് ചെയ്തിട്ട് പറയുമ്പോൾ ഈ കമ്മോഡിറ്റീസിൻ്റെ ഒക്കെ തന്നെ വില വർദ്ധിക്കുമ്പോൾ ഇത് ഔട്ട്പുട്ടായിട്ട് വേറൊരു രീതിയിൽ മാർക്കറ്റിലേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യും? അവിടെയും എന്ത് ചെയ്യും? ഈ ഒരു സർവീസിന് അതായത് ഈ ഒരു കമ്മോഡിറ്റി വെച്ച് കൊടുത്തുകൊണ്ടിരുന്ന ആ സർവീസിന് വില വർദ്ധിക്കും. ഇപ്പോൾ ഇതിങ്ങനെയല്ല. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തക്കാളിയുടെ വിലയുടെ കേസിലെടുക്കാം. ചില സമയത്ത് തക്കാളിക്ക് വില കൂടുന്നതിനെ കുറിച്ചിട്ട്. അപ്പോൾ ഇത് കറക്റ്റായിട്ടുള്ളൊരു എക്സാമ്പിൾ അല്ല, എന്നാലും നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് തക്കാളിക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു കോസ്റ്റ് കൂടുകയാണെന്നുണ്ടെങ്കിൽ ആ കോസ്റ്റ് കൂടുന്നതിനനുസരിച്ചിട്ട് അപ്പോൾ വില എങ്ങനെ എന്ത് ചെയ്യും? വർദ്ധിക്കും. അതായത് കമ്മോഡിറ്റിയുടെ ആ വില വർദ്ധിക്കുന്നതിനനുസരിച്ചിട്ട് ഏറ്റവും അവസാനം ഔട്ട്പുട്ടായിട്ട് എത്തുമ്പോൾ അതായത് ഔട്ട്പുട്ട് മീൻസ് അവിടെ എങ്ങാണ് വിൽക്കാൻ എത്തുന്ന സമയത്ത് എന്ത് ചെയ്യും? ആ സർവീസിൻ്റെ വില കൂടും. അതായത് ആ തക്കാളിയുടെ വില എന്ന് പറയുന്നത് വർദ്ധിക്കുന്നു. അപ്പോൾ അത് ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള വർദ്ധിക്കുന്ന ചിലവ് എന്ത് ചെയ്യും? അത് ഉപഭോക്താക്കളിലേക്ക് ചെല്ലുമ്പോൾ എന്ത് ചെയ്യും? വീണ്ടും വില ക്രമീകരിക്കുകയും കമ്പനി അത് ക്രമീകരിച്ചിട്ട് വീണ്ടും വലിയൊരു വിലയ്ക്ക് അത് കൊടുക്കാൻ വേണ്ടി തുടങ്ങും. അങ്ങനെ PPIയിലെ മാറ്റങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ CPIയിലെ ഉണ്ടാവുന്ന ഫ്യൂച്ചറിൽ ഉണ്ടാവുന്ന ചലനങ്ങളെയാണ് സൂചിപ്പിക്കുക. ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഈ കമ്മോഡിറ്റീസിന് വില വർദ്ധിക്കുന്നതിനനുസരിച്ചിട്ട് അതായത് പ്രൊഡക്ഷൻ റിലേറ്റ് ചെയ്തിട്ട് പ്രൊഡ്യൂസറിൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ അവിടെ എന്ത് ചെയ്യാണ്? വില കൂടുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ ഔട്ട്പുട്ടായിട്ട് വരുന്നതിലും അതായത് ഇപ്പോൾ ഈ റോ മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടും അതുപോലെ ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള കമ്മോഡിറ്റീസ് ഉപയോഗിച്ചിട്ടും ഉണ്ടാക്കുന്ന ഓരോ ഗുഡ്സും സർവീസസും ഒക്കെ തന്നെ വരുന്നതിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? അതിൻ്റെ ഒരു ചിലവ് കൂടുന്നു. അപ്പോൾ ഈ പ്രൈസിലുണ്ടാവുന്ന ഫ്ലക്ച്വേഷൻസ് എന്ന് പറയുന്നത് ഇവരുടെ ഉൽപ്പാദിപ്പിക്കുന്ന ചിലവ് കൂട്ടുകയും അതിനുശേഷം അതൊരു പ്രൊഡക്റ്റായിട്ട് മാർക്കറ്റിലേക്ക് എത്തുകയും ആ മാർക്കറ്റിലേക്ക് എത്തുമ്പോൾ എന്ത് ചെയ്യും? കമ്പനീസ് എന്ത് ചെയ്യും? അതായത് ഇത് വിൽക്കുന്ന കമ്പനീസ് എന്ത് ചെയ്യും? അതിൻ്റെ വില കൂട്ടുകയും ചെയ്യുന്നു. ഓൾറെഡി ഇവിടെ പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അത് വിൽക്കുന്ന കമ്പനീസ് അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് കൂട്ടുകയും കൺസ്യൂമേഴ്സിന് അതിന് ഹയർ പ്രൈസസിന് വാങ്ങേണ്ടതായിട്ട് വരികയും ചെയ്യുന്നു. അങ്ങനെ PPIയിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത് CPIയിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ കൺസ്യൂമറിനെ റിലേറ്റ് ചെയ്ത് നോക്കുമ്പോഴും എന്ത് ചെയ്യും? കുറച്ച് നാൾ കഴിയുമ്പോൾ ഇൻഫ്ലേഷൻ ഉണ്ടാവുകയും അവർ ഏതെങ്കിലും കമ്മോഡിറ്റീസ് വേണ്ടാന്ന് വെക്കുകയും മറ്റൊന്നിലേക്ക് മാറുകയൊക്കെ ചെയ്യുന്നു. അപ്പോൾ CPIയിലേക്ക് ഈ ഒരു ചലനം എന്ന് പറയുന്നത് മാറുന്നു. അങ്ങനെ PPIകളുടെ ഇൻപുട്ട് ഔട്ട്പുട്ടൊക്കെ തന്നെ പലതരത്തിലാണ് തരംതിരിച്ചിരിക്കുന്നത്. ഇൻപുട്ട് PPIs എന്ന് പറയുന്നത് നമ്മുടെ പ്രൊഡ്യൂസേഴ്സ് വാങ്ങുന്ന ഇൻപുട്ടുകളുടെ വിലയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെയാണ് അളക്കുന്നുണ്ട്. അതുപോലെ ഔട്ട്പുട്ട് PPIകൾ എന്ന് പറയുന്നത് നമ്മുടെ ഉൽപ്പാദന സൗകര്യങ്ങൾ റിലേറ്റ് ചെയ്തിട്ട് ഉണ്ടാവുന്ന അല്ലെങ്കിൽ വിൽക്കുന്ന ഓരോ ഉൽപ്പന്നത്തിൻ്റെയും വിലയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് ഔട്ട്പുട്ടിൽ പറയുന്നത്. അതായത് ഇൻപുട്ടിൽ പറയുമ്പോൾ ഇങ്ങോട്ട് വരേണ്ടതാണ്, ഇത് പ്രൊഡ്യൂസർ പൈസ കൊടുത്ത് വാങ്ങേണ്ടതാണ്. അതിലുണ്ടാവുന്ന മാറ്റങ്ങൾ പ്രൊഡ്യൂസർ റിലേറ്റ് ചെയ്തിട്ട് പറയുന്നു. ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ അങ്ങോട്ട് കൊടുക്കുന്നത് കൊണ്ട് അപ്പോൾ ഉൽപ്പാദനത്തിലുണ്ടാവുന്ന കുറേ വ്യത്യാസങ്ങളൊക്കെ തന്നെ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് വില ഈടാക്കിയിട്ട് ഉൽപ്പന്നങ്ങളുടെ വിലയിൽ ഉണ്ടാവുന്ന മാറ്റം എന്ന് പറയുന്ന ഔട്ട്പുട്ട് PPIയിലാണ് പറയുന്നത്. അങ്ങനെ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ ഒരു ഇൻഫ്ലേഷന് പലതരത്തിലുള്ള ഘടകങ്ങൾ കാരണമാവുന്നുണ്ട്. അത് ഏതൊക്കെയാണ് എന്നുള്ളതാണ്. മണി സപ്ലൈ റിലേറ്റ് ചെയ്തിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ മണി സപ്ലൈ എന്ന് പറയുന്നത് കമ്മോഡിറ്റീസിൻ്റെ വിതരണത്തെക്കാളും വേഗത്തിലാണ് ഉണ്ടാവുന്നത്. അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് എന്ത് ചെയ്യുക? നമ്മുടെ ഇൻഫ്ലേഷൻ സംഭവിക്കുന്നത്. അപ്പോൾ പണവിതരണം എന്ന് പറയുന്നത് കൂടുന്നതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും? ഇൻഫ്ലേഷൻ കൂടും. എത്രത്തോളം പണവിതരണം കൂടുന്നോ അതിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ ഫാസ്റ്റ് ആവുന്ന അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും? ഇൻഫ്ലേഷൻ സംഭവിക്കുന്നത്. ഇതാണ് ഇൻഫ്ലേഷന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത്. പിന്നെ ഡിഫൻസ് എക്സ്പെൻഡിച്ചറിനെ കുറിച്ചിട്ട് ഇപ്പോൾ പ്രതിരോധ ചെലവ് എന്ന് പറയുന്നതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് വർദ്ധിപ്പിക്കാതെ തന്നെ
So increased defense spending rises the general price level without boosting production. പ്രൊഡക്ഷനിൽ വലിയ തരത്തിലുള്ള ഒരു വ്യത്യാസവും വരുത്താതെ എന്ത് ചെയ്യാണ്, പ്രതിരോധത്തിൻ്റെ അല്ലെങ്കിൽ പ്രതിരോധ ചെലവെന്ന് പറയുന്നത് ഉൽപ്പാദനം വർദ്ധിപ്പിക്കാതെ വരികയും അതിൻ്റെ ടോട്ടലായിട്ടുള്ള ഒരു പൊതുവില എന്ന് പറയുന്നത് നിലവാരത്തിൽ ഉയർത്തുകയും ചെയ്യുന്നതിനെയാണ് ഡിഫൻസ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അതായത് പ്രതിരോധത്തിൻ്റെ ചിലവ് കൂടുക എന്നുള്ളതും പക്ഷേ വിത്തൗട്ട് ബൂസ്റ്റിംഗ് ദി പ്രൊഡക്ഷൻ എന്നുള്ളത്. ഇനി ക്രെഡിറ്റ് ഫെസിലിറ്റീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വായ്പ പെട്ടെന്ന് ലഭിക്കുക അല്ലെങ്കിൽ ആ എളുപ്പത്തിലുള്ള പ്രവേശനം എന്ന് പറയുന്നത് നമ്മുടെ മണി വിതരണവും അതുപോലെ കമ്മോഡിറ്റീസിൻ്റെ ആവശ്യകതയും വർദ്ധിപ്പിക്കും. അപ്പോൾ ക്രെഡിറ്റ് സൗകര്യങ്ങൾ ലഭിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, കൂടുതലായിട്ട് സാധനങ്ങൾ വാങ്ങും. ഫോർത്ത് വൺ എന്ന് പറയുന്നത് വാറുകളാണ്. അതായത് ഇപ്പോൾ വാർ ടൈമിൽ മണി സപ്ലൈ എന്ന് പറയുന്നത് ഇൻക്രീസ് ആവുകയാണ്. ഒരു ഗുഡ്സിൻ്റെ പ്രൊഡക്ഷനോ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലും നോക്കാതെയാണ് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ആനുപാതികമായിട്ട് വലിയ തരത്തിലുള്ളൊരു വർധനവ് ഉണ്ടാവുന്നത്. അപ്പോൾ യുദ്ധം എന്ന് പറയുന്ന ഒരു ഫാക്ടറാണ്. ഫിഫ്ത്ത് വൺ എന്ന് പറയുന്നത് ഡെഫിസിറ്റ് ഫിനാൻസ് ആണ്. അപ്പോൾ ഡെഫിസിറ്റ് ആയിട്ടുള്ള ഒരു ഫിനാൻസിലൂടെ എന്ത് ചെയ്യും, നമ്മുടെ സാമ്പത്തിക വികസനത്തിന് ധനസഹായം നൽകുന്നത് നമ്മുടെ ഈ ഒരു പണവിതരണം എന്ന് പറയുന്നത് വർദ്ധിപ്പിക്കുകയും അങ്ങനെ ഇൻഫ്ലേഷന് കാരണമാവുകയും ചെയ്യുന്നു. അപ്പോൾ ഫണ്ടിങ് ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് ത്രൂ ഡെഫിസിറ്റ് ഫിനാൻസിങ് ഇൻക്രീസസ് ദ മണി സപ്ലൈ എന്നുള്ളതാണ്. അടുത്തത് ഹോർഡിങ്ങിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതായത് പൂഴ്ത്തിവെപ്പിനെ കുറിച്ചിട്ട്. ഇപ്പോൾ ആവശ്യ വസ്തുക്കളുടെയൊക്കെ തന്നെ ബിസിനസ്സുകാർ എന്ത് ചെയ്യും, അത് പൂഴ്ത്തിവെപ്പിക്കുകയും വിപണിയിൽ വിതരണം കുറയ്ക്കുകയും ഒക്കെ ചെയ്യും. അതിനുശേഷം അതിൻ്റെ വില വർദ്ധിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ട്, അതായത് പൂഴ്ത്തി വെച്ചിട്ട് പിന്നെ കൊണ്ടുപോയി കൊടുക്കുക, അപ്പോൾ എമൗണ്ട് കൂട്ടി കൊടുക്കുക, അങ്ങനെ ഒരു സാധനമാണ് അതിൽ പറയുന്നത്. സെവൻത്ത് വൺ എന്ന് പറയുന്നത് വേജസ് ആൻഡ് പ്രൊഡക്ഷൻ കോസ്റ്റിനെ കുറിച്ചിട്ടാണ്. ഈ വർദ്ധിച്ചു വരുന്ന വേജ് അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്ന കമ്മോഡിറ്റീസിന് എന്ത് ചെയ്യും, ഉയർന്ന വിലയിലേക്ക് നയിക്കും. അപ്പോൾ എന്തുണ്ടാവും, ഇൻഫ്ലേഷൻ ഉണ്ടാവും. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എഫക്ട്സ് ഓഫ് ഇൻഫ്ലേഷനെ കുറിച്ചിട്ടാണ്. അതായത് ഈ നമ്മുടെ മണിക്ക് ഇങ്ങനെ വാല്യൂ കുറയുന്നത് കൊണ്ട് എന്തൊക്കെ പ്രശ്നമാണ്, അല്ലെങ്കിൽ ഈ ഒരു ഇൻഫ്ലേഷൻ കൊണ്ട് ഇൻഡിവിജ്വലിന് ഓരോ തരത്തിൽ ഏതൊക്കെ തരത്തിൽ ബാധിക്കുന്നു. അപ്പോൾ ഇങ്ങനെ സ്ഥിരമായിട്ടുള്ള വരുമാന ഗ്രൂപ്പുകളെയും അങ്ങനെ മറ്റ് ഈ ഫ്ലക്ച്വേഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും കുഴപ്പമില്ലാണ്ട് പോകുന്ന തരത്തിൽ അങ്ങനെ വരുമാന ഗ്രൂപ്പുകളായിട്ട് ആളുകളെ തിരിക്കാനൊക്കെ തുടങ്ങുന്നതിനെ കുറിച്ചിട്ടാണ് ഇതിൽ പറയുന്നത്. സോ എഫക്ട്സ് ഓഫ് ഇൻഫ്ലേഷനിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡെപ്റ്റേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സിനെ കുറിച്ചിട്ടാണ്. അതായത് കടക്കാരും ഈ കടം വാങ്ങുന്നവരും കടം കൊടുക്കുന്നവരും ആ സംഭവമില്ലേ, അതായത് കുറഞ്ഞ മൂല്യമുള്ള പണം എന്ന് പറയുന്നത് ഉപയോഗിച്ചിട്ട് അവർ വായ്പകൾ തിരിച്ചടയ്ക്കുന്ന സമയത്ത് ഈ ഇൻഫ്ലേഷൻ്റെ സമയത്ത് കടക്കാരെന്ത് ചെയ്യും, നേട്ടം ഉണ്ടാക്കുകയും അതേസമയം മറ്റവർക്ക് എന്ത് ചെയ്യും, ഈ ലോൺ എടുത്തിട്ടുള്ള ക്രെഡിറ്റേഴ്സിന് എന്ത് ചെയ്യും, ലോസ് ഉണ്ടാവുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. സോ അടുത്തത് സാലറീഡ് പേഴ്സൺസിനെ കുറിച്ചിട്ടാണ്. ഇപ്പോൾ ശമ്പളത്തെക്കാളും വില വർദ്ധിക്കുന്ന സമയത്ത് ഇപ്പോൾ അധ്യാപകർ, ഗുമസ്തർ, അങ്ങനെ ഇവർക്കൊക്കെ സ്ഥിര വരുമാനമായിരിക്കും. അതായത് ഇപ്പോൾ 50,000 ആണെന്നുണ്ടെങ്കിൽ 50,000 മാത്രമാണ്. അത് ഇൻഫ്ലേഷൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ തന്നെ. അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള ഈ ഇൻഫ്ലേഷൻ്റെ സമയത്ത് അവർക്ക് എന്ത് ചെയ്യും, നഷ്ടം സംഭവിക്കുന്നു എന്നാണ് പറയുന്നത്. തേർഡ് വൺ വേജ് ഏണേഴ്സിനെ കുറിച്ചിട്ടാണ്. അതായത് കൂലിപ്പണിക്കാർ. ഇപ്പോൾ ഈ വർദ്ധിച്ചു വരുന്ന തരത്തിലുള്ള ഈ ഒരു വിലക്കയറ്റവുമായിട്ട് ബന്ധപ്പെടുത്തി പറയുകയാണെന്നുണ്ടെങ്കിൽ വേജ് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളിൽ പ്രത്യേകിച്ച് ക്രമീകരണങ്ങളൊക്കെ വരുന്നുണ്ട്. അതായത് വേഗതയെ അടിസ്ഥാനമാക്കിയിട്ട് ഇപ്പോൾ വേതനം ലഭിക്കുന്നവർക്ക് അവർക്ക് നേട്ടമോ നഷ്ടമോ ഉണ്ടാവാം. ചിലപ്പോൾ ഇപ്പോൾ ഒരു കരാറിനൊരു സ്ഥലം എടുത്തിരിക്കുകയെന്ന് വിചാരിക്കും, നമ്മൾ കരാർ പണി എന്ന് കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ കോൺട്രാക്റ്റിന് എടുക്കുന്ന സമയത്ത് അവരൊരു എമൗണ്ടിന് ഫിക്സ് ചെയ്തിട്ടായിരിക്കും എടുക്കുന്നുണ്ടാവുക. അത് കഴിഞ്ഞിട്ട് അടുത്ത ആഴ്ച ഇൻഫ്ലേഷൻ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ, ആ ഒരു എമൗണ്ടിനേക്കാളും കൂടുതൽ ചിലപ്പോൾ എമൗണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കുറേ തരത്തിൽ ഇതൊരു പണിയായിട്ട് മാറാറുണ്ട് എന്ന് പറയുന്നു. അതുപോലെ ഫോർത്ത് വൺ എന്ന് പറയുന്നത് ഫിക്സഡ് ഇൻകം ഗ്രൂപ്പിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഈ സ്ഥിര വരുമാന ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഇവർക്ക് എന്ത് ചെയ്യും, പണപ്പെരുപ്പ സമയത്ത് നഷ്ടം സംഭവിക്കും എന്നാണ് പറയുന്നത്. ഇക്വിറ്റി ഹോൾഡേഴ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇക്വിറ്റി ഹോൾഡേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് വർദ്ധിച്ച തരത്തിലുള്ള ഒരു ലാഭവിഹിതം എന്ന് പറയുന്നതോ പേയ്മെൻറ്റോ ഒക്കെ തന്നെ കാരണം എന്ത് ചെയ്യും, ഈ അതെല്ലാം കൊണ്ട് അവർക്ക് എന്ത് ചെയ്യും, ഈ ഓഹരിയുടെ വില എന്ന് പറയുന്നത് ഉയരുകയും അതിലൂടെ എന്ത് ചെയ്യും, ഇക്വിറ്റി ഹോൾഡേഴ്സിന് ഇൻഫ്ലേഷനിൽ നിന്ന് പ്രയോജനം ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട്. ഒരു കാലത്ത് ഇൻഫ്ലേഷൻ്റെ സമയത്ത് ഒരുപാട് ആളുകൾ ഈ ഷെയർ മാർക്കറ്റിലൊക്കെ നിക്ഷേപിച്ചവർക്ക് നല്ല എമൗണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് കാലം മുമ്പ് കേട്ടോ, ഇപ്പോഴൊന്നും അല്ല, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ്. അപ്പോൾ അതേപോലെയാണ് ഇക്വിറ്റി ഹോൾഡേഴ്സിൻ്റെ കേസ് പറയുന്നത്. അപ്പോൾ വർദ്ധിച്ച തരത്തിലുള്ള ഒരു
ലാഭവിഹിതം അല്ലെങ്കിൽ പേയ്മെൻറ്റുകളും ഒക്കെ തന്നെ ഉയർന്ന തരത്തിലുള്ള ഷെയർ ഹോൾഡേഴ്സിന് ഉണ്ടാകുന്ന വിലയും ഒക്കെ കാരണം ഇക്വിറ്റി ഹോൾഡേഴ്സിന് എന്ത് ചെയ്യും, ഇൻഫ്ലേഷനിൽ നിന്ന് ഒരുപാട് നല്ല അഡ്വാൻറ്റേജ് ലഭിക്കുമെന്നാണ് പറയുന്നത്. 6th വൺ എന്ന് പറയുന്നത് ഫാമേഴ്സിനെ കുറിച്ചിട്ടാണ്. ഇപ്പോൾ അവരുടെ പ്രൊഡക്ഷൻ്റെ കോസ്റ്റിനേക്കാളും ഈ കാർഷിക ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിക്കുന്നതുകൊണ്ട് കർഷകർക്ക് എന്ത് ചെയ്യും, പണപ്പെരുപ്പത്തിൽ നിന്ന് പ്രയോജനം ലഭിക്കാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട്. ഇനി 7th വൺ എന്ന് പറയുന്നത് പ്രൊഡക്ഷനെ കുറിച്ചിട്ടാണ്. ഇപ്പോൾ നിക്ഷേപം എന്ന് പറയുന്നത് കുറച്ചുകൂടി ഉത്തേജിപ്പിക്കുകയും അതുപോലെ നമ്മുടെ ലേബർ, പ്രൊഡക്ഷൻ, ഇൻകം ഇതിനൊക്കെ തന്നെ വർദ്ധിപ്പിക്കുകയും ചെയ്തുകൊണ്ട് ഇൻഫ്ലേഷൻ എന്ത് ചെയ്യും, പ്രൊഡക്ഷനെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. അതായത് ഇപ്പോൾ ഉൽപ്പാദനം എന്ന് പറയുന്നത് കൂടേണ്ടത് ആവശ്യമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇൻവെസ്റ്റേഴ്സ് കൂടും, തൊഴിലും ഉൽപ്പാദനവും വരുമാനവും ഒക്കെ കൂടും. അങ്ങനെയൊക്കെ വർദ്ധിപ്പിച്ചുകൊണ്ട് ഇൻഫ്ലേഷനിൽ നിന്ന് അവർക്ക് എന്ത് ചെയ്യും, ഒരു ലാഭം ലഭിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും. പിന്നെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ആൻഡ് വെൽത്തിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ അതായത് വരുമാനത്തിൻ്റെയും സമ്പത്തിൻ്റെയും വിതരണത്തെ കുറിച്ചിട്ട്. അപ്പോൾ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് ഈ ഒരു വരുമാനവും സമ്പത്തും തമ്മിലുള്ള ഇനക്വാളിറ്റീസ് എന്ന് പറയുന്നത് വർദ്ധിപ്പിക്കും. അതായത് സമ്പന്നരെപ്പോഴും സമ്പന്നരായിട്ടിരിക്കുകയും ദരിദ്രരെപ്പോഴും ദരിദ്രരായിട്ടിരിക്കുകയും ചെയ്യുന്നത് ഈ ഒരു ഇൻഫ്ലേഷൻ്റെ ഒരു എഫക്റ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. 9th വൺ എന്ന് പറയുന്നത് സർക്കാരിൻ്റെ ചിലവുകളെ കുറിച്ചിട്ടാണ്. ഇപ്പോൾ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് ഗവൺമെൻറ് റവന്യൂവിനെ ബൂസ്റ്റ് ചെയ്യും, പക്ഷേ ഇൻകവും സെയിൽസും ടാക്സും ഇൻക്രീസ് ചെയ്യുകയും ചെയ്യുന്നത്. ഇൻക്രീസ് ചെയ്യുന്നതിലൂടെയാണ് ഇങ്ങനെ ഉണ്ടാവുന്നത്. അപ്പോൾ വർദ്ധിച്ച തരത്തിലുള്ള വിൽപ്പന നികുതികളിലൂടെ സർക്കാരിൻ്റെ വരുമാനം വർദ്ധിക്കാൻ ചാൻസ് ഉണ്ട്. 10th വൺ എന്ന് പറയുന്നത് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സ് ആണ്. ഇപ്പോൾ നമ്മുടെ എക്സ്പോർട്ട് എന്ന് പറയുന്നത് കുറയ്ക്കുന്നതിലൂടെയും അതുപോലെ ഇവിടെ ഡൊമസ്റ്റിക് ആയിട്ടുള്ള വില എന്ന് പറയുന്നത് വിദേശ വിലയേക്കാൾ വേഗത്തിൽ ഉയരുന്ന സമയത്ത് നമ്മുടെ ഇമ്പോർട്ട് വർദ്ധിപ്പിക്കുന്നതിലൂടെയും എന്ത് ചെയ്യും, ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് ഒരു രാജ്യത്തിൻ്റെ ബാലൻസ് ഓഫ് പേയ്മെൻറ്റിനെ വളരെ പ്രതികൂലമായിട്ടുള്ള രീതിയിലാണ് ബാധിക്കുന്നത്. അപ്പോൾ ഇതാണ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റിൽ ഉണ്ടാകുന്ന കാര്യം. അതായത് ഇൻഫ്ലേഷൻ അൺഫേവറബിളി ഇമ്പാക്ട്സ് ദ കൺട്രീസ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സ് ബൈ റെഡ്യൂസിങ് എക്സ്പോർട്ട്സ് ആൻഡ് ഇൻക്രീസിങ് ഇമ്പോർട്ട്സ് വെൻ ഡൊമസ്റ്റിക് പ്രൈസസ് റൈസ് ഫാസ്റ്റർ ദാൻ ദ ഫോറിൻ പ്രൈസസ്. അപ്പോൾ ഫോറിനേക്കാളും വിലയുള്ള സമയത്താണ് ഈ ഡൊമസ്റ്റിക് പ്രൈസ് അങ്ങനെ കൂടി നിൽക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നത്, അവർ ഇതിനകത്ത് എക്സ്പോർട്ട് റെഡ്യൂസ് ചെയ്യും, ഇൻക്രീസിങ് ഇമ്പോർട്ട്സ് കൂട്ടുകയും ചെയ്യും. പക്ഷെ എന്നാൽ കൂടി അവിടെ എന്ത് ചെയ്യും, ഫോറിൻ പ്രൈസസുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ നമ്മുടെ എന്താണ് വില കുറവായത് കൊണ്ട് തന്നെ എന്ത് ചെയ്യും, അവിടെ ബാലൻസ് ഓഫ് പേയ്മെൻറ്റിലൊരു അൺഫേവറബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ് ഉണ്ടാവുന്നത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് സോഷ്യൽ എഫക്ട്സിനെ കുറിച്ചിട്ടാണ്. ഈ പണപ്പെരുപ്പം എന്ന് പറയുന്നത് സോഷ്യലി എന്തൊക്കെ തരത്തിലുള്ള ദോഷമാണ് ഉണ്ടാക്കിയെടുക്കുന്നതിനെ കുറിച്ചിട്ടാണ്. ഇൻക്രീസിങ് ഇൻഇക്വാളിറ്റീസ് ഇൻ ഇൻകം ആൻഡ് വെൽത്ത്, അതായത് നമ്മുടെ വരുമാനത്തിലും അതുപോലെ നമ്മുടെ സമ്പത്തിലും ഉണ്ടാവുന്ന ഇനക്വാളിറ്റീസ് എന്ന് പറയുന്നത് വർദ്ധിക്കും. അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, സമ്പന്നരെപ്പോഴും സമ്പന്നരായിട്ടിരിക്കുകയും ദരിദ്രരെപ്പോഴും ദരിദ്രരായിട്ടിരിക്കുന്നതിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. ഹോർഡിങ്, ബ്ലാക്ക് മാർക്കറ്റിംഗ്, അഡൾട്രേഷൻ ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് ലോ ക്വാളിറ്റി പ്രൊഡക്ട്സ് സോഷ്യൽ എഫക്ട്സിൽ കൂടെ വരുന്നതാണ്. അതായത് പൂഴ്ത്തി വയ്ക്കുക, കരിഞ്ചന്ത എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും, മായം ചേർക്കുക, ഗുണനിലവാരമില്ലാത്ത ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുക, ഇതൊക്കെ തന്നെ പണപ്പെരുപ്പം കാരണമായിട്ട് സോഷ്യലി ഉണ്ടാവുന്ന ഒരു വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ അഴിമതി, ഊഹക്കച്ചവടം, പിന്നെ ലോക്കൗട്ട്സ്, ഈ ലേബേഴ്സിൻ്റെ ഇടയിലുണ്ടാവുന്ന അസ്വസ്ഥതകൾ, പണിമുടക്കുകൾ, അതുപോലെ സർക്കാർ തന്നെ ഇല്ലാതാവുന്ന തരത്തിലുള്ള രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾ, അതുപോലെ നമ്മൾ ഈ പറയുന്ന ഡിക്ലൈനിങ് മോറൽ വാല്യൂസ്, നമ്മുടെ ധാർമ്മികമായിട്ടുള്ള മൂല്യങ്ങൾ കുറയാനൊക്കെ തന്നെ ഈ ഒരു ഇൻഫ്ലേഷൻ കാരണമാകുന്നു എന്നാണ് പറയുന്നത്. ഇനി നമ്മൾ മെഷേഴ്സ് ടു കൺട്രോൾ ഇൻഫ്ലേഷനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതായത് ആൻറ്റി ഇൻഫ്ലേഷൻ പോളിസീസിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ പണപ്പെരുപ്പം നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ നടപടികൾ നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. ഈ നടപടികളെ നമ്മൾ 3ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ആ 3 മെഷേഴ്സ് എന്തൊക്കെയാണ്, അതായത് മോണിറ്ററി മെഷേഴ്സ് വരുന്നുണ്ട്, ഫിസ്ക്കൽ മെഷേഴ്സ് വരുന്നുണ്ട്, നോൺ മോണിറ്ററി മെഷേഴ്സ് വരുന്നുണ്ട്. അങ്ങനെ കുറച്ചെണ്ണമാണ് ഇതിനകത്ത് വരുന്നത്. അങ്ങനെ ഈ 3 കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ മോണിറ്ററി മെഷേഴ്സിനെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ്. അതായത് പണപ്പെരുപ്പം നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് സെൻട്രൽ ബാങ്ക് എന്ത് ചെയ്യാണ്, ഫിനാൻഷ്യൽ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് നടപടികൾ ഉപയോഗിക്കുകയാണ്. അപ്പോൾ അവരുപയോഗിക്കുന്ന ചില നടപടികൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഹയർ ഡിസ്കൗണ്ട് റേറ്റ്, അതായത് ബാങ്ക് റേറ്റ് എന്ന് പറയുന്നു. അതായത് ബിസിനസ്സുകൾക്കും അതുപോലെ നമ്മുടെ കൺസ്യൂമേഴ്സിനും പണം എന്ന് പറയുന്നത് കടം വാങ്ങുന്നത് കുറേ കൂടി ചിലവേറിയതാക്കും. അതായത് കടം വാങ്ങാണ്ടിരിക്കുക എന്നുള്ള രീതിയിൽ അങ്ങനെ ചിലവേറിയതാക്കുന്നു. ഇങ്ങനെ ഇതെന്ത് ചെയ്യും, നമ്മുടെ ചിലവുകളെ സ്ലോ ഡൗൺ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ
ഈ റേറ്റ് എന്ന് പറയുന്നത് ഉയർന്നിരിക്കുമ്പോൾ ബാങ്കുകൾ എന്ത് ചെയ്യും, കുറഞ്ഞ തരത്തിലെ പണം എന്ന് പറയുന്നത് വായ്പ നൽകുകയുള്ളൂ. അതുകൊണ്ട് പണപ്പെരുപ്പം കുറയും. അതായത് ബാങ്കിൽ റേറ്റ് ഉണ്ടല്ലോ, ഇത്ര റേറ്റിന് നമ്മൾ പലിശയ്ക്ക് എടുക്കുക എന്നുള്ള രീതിയിൽ, അപ്പോൾ ആ റേറ്റ് ഭയങ്കരമായിട്ട് കൂട്ടി വയ്ക്കും. അപ്പോൾ ആളുകൾ കടം വാങ്ങൂല. അങ്ങനെ നമ്മുടെ എക്കോണമീനെ സ്ലോ ഡൗൺ ചെയ്യുന്നു എന്നാണ് ഇതിൽ പറയുന്നത്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഹയർ റിസർവ് റിക്വയർമെൻറ്റ്സ് ആണ്, വേരിയബിൾ റിസർവ് റേഷ്യോ എന്നാണ് ഇതിൽ പറയുന്നത്. അതായത് ഇതിനകത്ത് നമ്മുടെ ബാങ്ക് എന്ന് പറയുന്നത് പണത്തിൻ്റെ അളവ് കുറയ്ക്കുകയാണ്. അതായത് നമുക്ക് ഓരോ ലോണായിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് പണം ലഭിക്കുന്നതിൻ്റെ ഒരു അളവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ക്രെഡിറ്റ് എന്ന് പറയുന്ന ഒരു കാര്യം പരിമിതപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ എപ്പോഴും വർദ്ധിപ്പിക്കുന്നത് വഴിയാണ് ബാങ്കുകൾ എന്ത് ചെയ്യുന്നത്, വായ്പകളൊക്കെ തന്നെ നൽകാൻ കഴിയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്രെഡിറ്റ് എന്ന് പറയുന്നത് പരിമിതപ്പെടുത്തുകയും ചെലവഴിക്കാൻ വേണ്ടിയിട്ട് ഇത്ര എമൗണ്ട് മാത്രമാണ് നമ്മുടെ കയ്യിലുള്ളൂ എന്ന് പറയുന്നതിലൂടെ എന്ത് ചെയ്യാണ്, ഇൻഫ്ലേഷനെ നിയന്ത്രിക്കാൻ വേണ്ടി കഴിയും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഒത്തിരി പൈസ ഉണ്ടെങ്കിൽ നമ്മൾ ഒത്തിരി പൈസ ചിലവാക്കും. ഇപ്പോൾ ക്രെഡിറ്റ് വഴി നമുക്ക് ഒത്തിരി പൈസ ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടി നമ്മൾ എന്ത് ചെയ്യും, അതിനനുസരിച്ച് ചിലവാക്കും. പക്ഷേ ചിലവഴിക്കാൻ ഇത്ര എമൗണ്ട് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ, ഇത്ര എമൗണ്ട് മാത്രമേ നമുക്ക് ബാങ്കിൽ നിന്ന് കിട്ടുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ ഒരു അളവ് കുറയുന്നതിലൂടെ എന്ത് ചെയ്യും, ഇൻഫ്ലേഷനെ നിയന്ത്രിക്കാൻ വേണ്ടി കഴിയും. ആ ഒരു അളവ് കുറഞ്ഞ് നമ്മൾ ചിലവാക്കുന്നതും കുറയും. അങ്ങനെ ഇനി തേർഡ് വൺ എന്ന് പറയുന്നത് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ സർക്കാർ സെക്യൂരിറ്റീസിനെ കുറിച്ച്, അതായത് ഗവൺമെൻറ് സെക്യൂരിറ്റീസിനെ കുറിച്ച് നമുക്കറിയാം. അപ്പോൾ ഇത് വിൽക്കുന്നത് എന്ന് പറയുന്നത് മൊത്തത്തിൽ നമ്മുടെ പണം എടുക്കുന്നതിലൂടെയാണ്. അതായത് ഗവൺമെൻറ് സെക്യൂരിറ്റീസ് വിൽക്കുന്നത് മൂലം നമ്മുടെ ടോട്ടൽ ആയിട്ടുള്ള മണി എന്ന് പറയുന്നത് ആ ഒരു സർക്കുലേഷനിൽ നിന്ന് ഔട്ട് ആവുകയും നമ്മുടെ ടോട്ടൽ ആയിട്ടുള്ള ഒരു വില കുറയ്ക്കാൻ വേണ്ടിയിട്ട് കാരണമാവുകയും ചെയ്യുന്നു. ഫോർത്ത് വൺ എന്ന് പറയുന്നത് സെലക്റ്റീവ് ക്രെഡിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതിൻ്റെ ഒരു റെസ്ട്രിക്ഷൻസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതായത് ഇത്ര ഉപയോക്താക്കൾ അല്ലെങ്കിൽ ക്രെഡിറ്റിൻ്റെ ഉപയോഗങ്ങൾ, അതായത് എല്ലാവർക്കും വേണ്ടിയിട്ട് ക്രെഡിറ്റും കാര്യങ്ങളൊന്നും എടുത്തു കൊടുക്കില്ല. അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എമൗണ്ട് ചിലവാക്കാം എന്നുള്ള രീതിയിൽ ബാങ്ക് ക്രെഡിറ്റ് എടുത്തു കൊടുക്കില്ല. ഇത്ര അധികം ഉപയോക്താക്കൾക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്ര എമൗണ്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും, നിങ്ങളുടെ ഈ ഇന്ന ഉപയോഗങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ക്രെഡിറ്റ് ഉപയോഗിക്കാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, സെലക്ട് ചെയ്തിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യും, അത് നിയന്ത്രിക്കും. അപ്പോൾ ഇതെല്ലാം എന്താണെന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, മോണിറ്ററി മെഷേഴ്സ് ആണ്. എങ്ങനെയാണ് സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്നത് ഈ ഇൻഫ്ലേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ മെഷേഴ്സ് കൊണ്ടുവരുന്നു എന്നാണ് പറയുന്നത്. പിന്നെ നമ്മുടെ കൺസ്യൂമർ ക്രെഡിറ്റ് റെഗുലേഷൻസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പേയ്മെൻറ്റ്സ് എന്ന് പറയുന്നത് ഉയർത്തുന്നതിലൂടെയും അതുപോലെ പേയ്മെൻറ്റ് ഉയർത്തുകയും ഇത്ര തവണകളായിട്ട് അടയ്ക്കുക എന്ന് പറയുന്നതിൻ്റെ ആ തവണയുടെ എണ്ണം കുറയ്ക്കുന്നതിലൂടെയും കൂടിയിട്ട് എന്ത് ചെയ്യും, നമ്മുടെ സെൻട്രൽ ബാങ്കിൻ്റെ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ അവിടെ എന്ത് ചെയ്യും, ഉപഭോക്തൃ വസ്തുക്കളുടെ ചിലവ് എന്ന് പറയുന്നത് പരിമിതപ്പെടുത്തും. അതായത് ക്രെഡിറ്റ് ഓപ്ഷൻസ് ഉണ്ടാവും, ക്രെഡിറ്റ് ഓപ്ഷൻസിൽ ഇത്ര എമൗണ്ട് ഇന്ന രീതിയിലാണ് പേ ചെയ്യേണ്ടത് നമുക്ക് ഉണ്ടാവും. അപ്പോൾ പേയ്മെൻറ്റ് എന്ന് പറയുന്നത് ഉയർത്തുകയും ഇത്ര തവണകളായിട്ട് നമ്മളിപ്പോൾ ലോൺ എടുക്കുന്ന സമയത്ത് തവണകളായിട്ടാണ് അടയ്ക്കുക. അപ്പോൾ മാസം ഇത്ര രൂപ വെച്ചിട്ട് അങ്ങനെ തവണകൾ ഉണ്ടാവും. അപ്പോൾ ചിലപ്പോൾ ഒരു 12 മാസം കൊണ്ടായിരിക്കാം, ചിലപ്പോൾ 6 മാസം കൊണ്ടായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യും, ഈ തവണകളുടെ എണ്ണം കുറയ്ക്കും. അതായത് എത്ര പ്രാവശ്യം അടയ്ക്കണം എന്നുള്ളതിൻ്റെ ആ എണ്ണം കുറയുന്നതോട് കൂടിയിട്ട് ഇപ്പോൾ നമ്മൾ എടുക്കുന്ന ഒരു എമൗണ്ട് എന്ന് പറയുന്നത് 50,000 ആണെന്നുണ്ടെങ്കിൽ അതൊരു മാക്സിമം നമ്മളൊരു 20 തവണ വെച്ചിട്ട് അടയ്ക്കേണ്ട സാധനം നമ്മൾ എന്ത് ചെയ്യും, 10 തവണ കൊണ്ടോ 5 തവണ കൊണ്ടോ അടയ്ക്കേണ്ടി വരികയാണ്. അപ്പോൾ നമ്മൾ ഓരോ തവണയിലും അടയ്ക്കണതിൻ്റെ എമൗണ്ട് കൂടും. അതായത് ഇത്ര സമയം കൊണ്ട് ഇത്ര തവണകളായിട്ട് നമ്മൾ ഇത് അടച്ചു തീർക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, എമൗണ്ട് കൂടും. അപ്പോൾ എന്ത് ചെയ്യും, അവിടെ ഒരു ചിലവ് എന്ന് പറയുന്നത് പരിമിതപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഉപഭോക്താക്കൾ നമ്മുടെ കൺസ്യൂമേഴ്സ് ഉപയോഗിക്കും. അതുപോലെ മാർജിൻ റിലേറ്റ് ചെയ്തിട്ടുള്ള റിക്വയർമെൻറ്റ്സിനെ കുറിച്ച് പറയുന്നുണ്ട്, റെഗുലേഷൻസ് ഓഫ് മാർജിൻ requirements. അപ്പോൾ increasing the cash amount required for borrowing on stock help curbs inflation and reducing speculative activity. അതായത് ഇത്ര എമൗണ്ട് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് സ്റ്റോക്സിൽ നിന്നും ബോറോ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു എമൗണ്ടിൽ ഉണ്ടാവുന്ന റിക്വയർമെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു ഇൻക്രീസിങ് എന്ന് പറയുന്നത് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആളുകൾ ഈ ഒരു ഊഹക്കച്ചവടത്തിലൂടെ അല്ലെങ്കിൽ പ്രവർത്തനങ്ങളൊക്കെ തന്നെ കുറയ്ക്കാൻ വേണ്ടി തുടങ്ങുകയും ഇൻഫ്ലേഷൻ തടയാൻ വേണ്ടി സാധിക്കുമെന്നാണ് പറയുന്നത്. സി എന്ന് പറയുന്നത് റേഷനിങ് ഓഫ് ക്രെഡിറ്റിനെ കുറിച്ചിട്ടാണ്. ഡ്യൂറിങ് ഇൻഫ്ലേഷൻ ദ സെൻട്രൽ ബാങ്ക് മേ ലിമിറ്റ് ക്രെഡിറ്റ് അവൈലബിലിറ്റി ടു സർട്ടൺ സെക്ടേഴ്സ്. അപ്പോൾ നമുക്കിതറിയാം, ഇൻഫ്ലേഷൻ്റെ സമയത്ത് സെൻട്രൽ ബാങ്ക് എന്ത് ചെയ്യും, ചില സെക്ടേഴ്സിന് വായ്പ എന്ന് പറയുന്നത് ലഭ്യമാക്കുന്നത് പരിമിതപ്പെടുത്താൻ വേണ്ടിയിട്ട് തുടങ്ങും. അടുത്തത് മോറൽ സ്യൂഷനെ കുറിച്ചിട്ടാണ്. അപ്പോൾ പലതരത്തിലുള്ള റെക്കമെൻഡേഷൻസിലൂടെ അല്ലെങ്കിൽ ഇപ്പോൾ പലതരത്തിലുള്ള കൊമേഴ്ഷ്യൽ ബാങ്ക്സ് എന്ന് പറയുന്ന അഡ്ജസ്റ്റ് ചെയ്യാണ്. അപ്പോൾ ലെൻഡിങ് പ്രാക്ടീസസ് ആവട്ടെ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളൊക്കെ തന്നെ എന്ത് ചെയ്യാണ്, വായ്പയുടെ സമ്പ്രദായങ്ങളൊക്കെ തന്നെ ക്രമീകരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, സെൻട്രൽ ബാങ്ക് വാണിജ്യ ബാങ്കുകളെയൊക്കെ തന്നെ പ്രേരിപ്പിക്കും. അതായത് നിങ്ങൾ ഇന്ന റെക്കമെൻഡേഷൻസ് കൊടുക്കുന്നു, ഇന്ന റിക്വസ്റ്റ് വെച്ചിട്ട് നിങ്ങളുടെ ലോൺ കൊടുക്കുന്നതിൻ്റെ ആ ഒരു സിസ്റ്റം മാറ്റണമെന്നും അത് ക്രമീകരിക്കണമെന്നും പറഞ്ഞിട്ട് നമ്മുടെ സെൻട്രൽ ബാങ്ക് എന്ത് ചെയ്യും, ഓരോ കൊമേഴ്ഷ്യൽ ബാങ്ക്സിനും എല്ലാ കാര്യങ്ങളും കൊടുക്കും, ഡീറ്റെയിൽസ് കാര്യങ്ങൾ
അവസരങ്ങൾ കൊടുക്കുമ്പോൾ അവിടെ എന്ത് ചെയ്യും, അവരതിനനുസരിച്ച് പെരുമാറുകയും ഇൻഫ്ലേഷനെ കുറയ്ക്കാൻ വേണ്ടി സാധിക്കുമെന്നാണ് പറയുന്നത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഫിസിക്കൽ മെഷേഴ്സ് ആണ്. അപ്പോൾ നമ്മൾ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത് മോണിറ്ററി മെഷേഴ്സ് ആണ്. മോണിറ്ററി മെഷേഴ്സിൽ ഏകദേശം ഒരു 4 എണ്ണം പറഞ്ഞിട്ടുണ്ട്. 4 എണ്ണം എന്താണെന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇനി അടുത്തുള്ളത് ഫിസിക്കൽ മെഷേഴ്സ്. അപ്പോൾ നമ്മുടെ ഇൻഫ്ലേഷൻ കൈകാര്യം ചെയ്യുന്നതിനുള്ള ധനപരമായിട്ടുള്ള നടപടികളിൽ നമ്മുടെ ഇപ്പോൾ ചെലവുണ്ടാവാം, നികുതി ഉണ്ടാവാം, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ബോറോ ചെയ്യുന്നത്, കടമെടുക്കുന്നതൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ ഒരുപാട് നടപടികളാണ് ഫിസിക്കൽ മെഷേഴ്സിനകത്ത് പറയാനുള്ളത്. ഗവൺമെൻറ് സ്പെൻഡിങ് ആണ് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഫ്ലേഷൻ്റെ സമയത്ത് എന്ത് ചെയ്യും, നമ്മുടെ സ്വകാര്യമായിട്ടുള്ള ചിലവുകൾ എന്ന് പറയുന്നത്, പ്രൈവറ്റ് ആയിട്ടുള്ള സ്പെൻഡിങ് എന്ന് പറയുന്നത് എന്ത് ചെയ്യും, സന്തുലിതമാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഗവൺമെൻറ്റിൻ്റെ സ്പെൻഡിങ്ങും കുറയ്ക്കും. അതായത് ടോട്ടലായിട്ട് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ സ്പെൻഡിങ് എന്ത് ചെയ്യും, കുറയ്ക്കുകയും സ്വകാര്യമായിട്ടുള്ള ചിലവുകളുമായിട്ട് ഇതൊരു ഇക്വിലിബ്രിയത്തിലാവുകയും ചെയ്യുന്നു. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഡയറക്റ്റ് ടാക്സസ് ആണ്. അപ്പോൾ നികുതി നിരക്കുകൾ എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള രീതിയിൽ നിലനിർത്താൻ വേണ്ടിയിട്ടും അതുപോലെ നികുതി എന്ന് പറയുന്നത് വെട്ടിക്കുറയ്ക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടും ഇൻഫ്ലേഷൻ്റെ സമയത്ത് എന്ത് ചെയ്യും, ആളുകൾക്ക് ചെലവഴിക്കാൻ കഴിയുന്ന ഒരു പണത്തിൻ്റെ അളവെന്ന് പറയുന്നത് കുറയ്ക്കുകയാണ്. അതായത് ഇത്ര എമൗണ്ട് മാത്രമാണ് ഇവർക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, ചിലവാക്കാൻ വേണ്ടി പറ്റുള്ളൂ. അതുകൊണ്ട് എന്ത് ചെയ്യും, പുതിയ ടാക്സുകൾ ഏർപ്പെടുത്തുക അല്ലെങ്കിൽ നിലവിലുള്ളത് ഉയർത്തുക എന്നൊക്കെ പറയുന്നത് ചിലവ് നിയന്ത്രിക്കാൻ വേണ്ടി സഹായിക്കും. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ലാൻഡ് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ടാക്സ് കൊടുക്കണം. അപ്പോൾ എന്ത് ചെയ്യും, ഈ ഒരു സമയത്ത് വളരെയധികം ലാൻഡിന് ടാക്സ് എന്ന് പറയുന്നത് വളരെ ഹൈ ആയിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ആ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് കുറച്ച് നാളത്തേക്ക് നിർത്തിവെക്കും. അപ്പോൾ ഒരു മണി സർക്കുലേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം അവിടെ ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ ഇൻഫ്ലേഷൻ നിർത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു എന്നാണ് പറയുന്നത്. തേർഡ് വൺ എന്ന് പറയുന്നത് സേവിങ്സിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമ്മുടെ സേവിങ്സ് എന്ന് പറയുന്നത് പ്രോത്സാഹിപ്പിക്കപ്പെടുകയാണ്. അപ്പോൾ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്ന മൂലം ഇൻഫ്ലേഷനെതിരെ നമുക്ക് പോരാടാൻ വേണ്ടി പറ്റുന്നു എന്നാണ് പറയുന്നത്. ഇപ്പോൾ ചിലപ്പോൾ നമ്മുടെ ഈ ഇൻഫ്ലേഷനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, പലതരത്തിലുള്ള നിർബന്ധപൂർവ്വമുള്ള ഈ സമ്പാദ്യം റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് പദ്ധതികളൊക്കെ കൊണ്ടുവരും. അതായത് നമ്മുടെ സമ്പാദ്യം എന്ന് പറയുന്ന സേവിങ്സ് എന്ന് പറയുന്നത് എപ്പോഴും കൂട്ടിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ സേവിങ്സിൻ്റെ ആ ഒരു വോളണ്ടറി എൻകറേജ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ഗവൺമെൻറ് എന്ത് ചെയ്യും, കമ്പൽസറി സേവിങ് സ്കീംസ് ഒക്കെ തന്നെ കൊണ്ടുവന്നിട്ട് ആളുകളിലേക്ക് അതിനെ എത്തിക്കുകയും അതിലൂടെ ഇൻഫ്ലേഷനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുകയും ചെയ്യുന്നു. ഫോർത്ത് വൺ എന്ന് പറയുന്നത് ഡെപ്റ്റ് റിഡംഷൻസിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഈ കടം എന്ന് പറയുന്നത് വീണ്ടെടുക്കലിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ പൊതു കടം എന്ന് പറയുന്നത് എപ്പോഴും നമുക്കറിയാം ഒരുപാട് രാജ്യങ്ങളിൽ നിന്ന് നമ്മൾ കടമെടുക്കുന്നതാണ്. അങ്ങനെ പൊതു കടം എന്ന് പറയുന്നത് തിരിച്ചടയ്ക്കുന്നതിലൂടെ പണപ്പെരുപ്പത്തെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നു എന്ന് പറയുന്നു. ഇപ്പോൾ ബാങ്കുകളുടെയൊക്കെ തന്നെ ഒരുപാട് കടം ഉണ്ടാവും. അപ്പോൾ ഈ കടമൊക്കെ തന്നെ വീട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, നമ്മുടെ ബഡ്ജറ്റിൽ ഉണ്ടാവുന്ന സർപ്ലസ് ആയിട്ടുള്ള എമൗണ്ട് ഉപയോഗിച്ചിട്ട് പേ ഓഫ് ചെയ്യും എന്നാണ് പറയുന്നത്. സോ അതർ മെത്തേഡ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ പലതരത്തിലുള്ള കൺവേർട്ടിംഗ് ആണ്. അതായത് ഓൾഡ് ലോൺസിനെ നമ്മൾ ന്യൂ വൺസ് ആയിട്ടൊക്കെ തന്നെ കൺവേർട്ട് ചെയ്തിട്ട് ഒരു സിങ്കിങ് ഫണ്ട് എന്ന് പറയുന്ന ഒരു കാര്യത്തെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒരു ഫിസിക്കൽ മെഷേഴ്സിൽ ഒരു 3 പോയിന്റ്സ് നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വെച്ചാൽ മതിയാവും. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നോൺ മോണിറ്ററി മെഷേഴ്സിനെ കുറിച്ചിട്ടാണ്. അതായത് ആ ഒരു ഇൻഫ്ലേഷനെ നേരിടാനുള്ള പണേതര നടപടികളെ കുറിച്ചിട്ട്, അതായത് മോണിറ്ററി മെഷേഴ്സ് അല്ലാതെ ഗവൺമെൻറ് കൊണ്ടുവരുന്ന മെഷേഴ്സ്. സോ ഔട്ട്പുട്ട് അഡ്ജസ്റ്റ്മെൻ്റ് ആണ് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് വർദ്ധിപ്പിക്കുന്നത് മൂലം അല്ലെങ്കിൽ നമ്മുടെ ഡിമാൻഡ് എന്ന് പറയുന്നത് എന്ത് ചെയ്യും, എല്ലാവർക്കും സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് ഡിമാൻഡ്സിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും, പ്രൊഡക്ഷൻ കൂട്ടുകയും അതിനനുസരിച്ചിട്ട് പ്രൊഡക്റ്റുകൾ ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നു. ഇത് ഇൻഫ്ലേഷനെ സഹായിക്കുന്നു, അതായത് ഇൻഫ്ലേഷൻ കുറയാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു എന്നാണ് പറയുന്നത്. ഇപ്പോൾ വിഭവങ്ങൾ എന്ന് പറയുന്നത് കുറഞ്ഞ രീതിയിൽ നിന്നും അല്ലെങ്കിൽ അവർക്ക് ആവശ്യ വസ്തുക്കളിൽ നിന്നൊക്കെ തന്നെ എല്ലാവരിലേക്കും എത്തിക്കുക എന്നതിലൂടെ ഒരു മാറ്റമാണ് ഉണ്ടാവുക. അപ്പോൾ ഔട്ട്പുട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നതിലൂടെ എന്ത് ചെയ്യും, ഇൻഫ്ലേഷനെ നേരിടാൻ വേണ്ടി പറ്റുമെന്നാണ് പറയുന്നത്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് വേജ് പോളിസീനെ കുറിച്ചിട്ടാണ്. അപ്പോൾ വേജ് എന്ന് പറയുന്നത് എപ്പോഴും മൊത്തത്തിലുണ്ടാവുന്ന ചിലവുകളുടെ ഒരു സ്ട്രക്ചറിന് അനുസൃതമായിട്ടാണ് എന്ത് ചെയ്യുക, വേജ് എന്ന് പറയുന്നത് കൊടുക്കുക. അതുകൊണ്ട് തന്നെ വേതനം എന്ന് പറയുന്നത് പല രാജ്യങ്ങളിലും പല രീതിയിലായിരിക്കും. അതുപോലെ തൊഴിലാളി യൂണിയൻസിനൊക്കെ തന്നെ പ്രധാനമായിട്ടുള്ള പങ്ക് വഹിക്കും. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ചാപ്റ്റേഴ്സ് പറയുമ്പോൾ അതിലെങ്ങനെയാണ് ഈ യൂണിയൻസ് പങ്കുവഹിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്ത് ചെയ്യും, ഈ വേജ് എന്ന് പറയുന്നത് കൂട്ടുന്നതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യണം, അവരുടെ പ്രൊഡക്ഷൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് കൂടണം. അങ്ങനെ മെച്ചപ്പെടുത്തലുകൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഒരുപാട് വിറ്റ് പോവുകയും എല്ലാവർക്കും എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നല്ല രീതിയിൽ ഇതൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് സാധിക്കും. തേർഡ് വൺ എന്ന് പറയുന്നത് പ്രൈസ് കൺട്രോളിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ വില എന്ന് പറയുന്നത് എത്ര വർദ്ധിപ്പിക്കണം എന്നതിനൊരു നിയമപരിധി കൊണ്ടുവരണം എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ഒരു കമ്മോഡിറ്റിക്ക് ഇപ്പോൾ വില കൂടുന്നതിനനുസരിച്ചിട്ട് അവരെന്ത് ചെയ്യും, അവരുടെ പ്രൊഡക്റ്റിൻ്റെ വില ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ എന്താണ്, ഒരിക്കലും അത് ഇൻഫ്ലേഷൻ അവസാനിക്കില്ല. അപ്പോൾ എന്ത് ചെയ്യണം, വില നിയന്ത്രിക്കണം. ഒരു പ്രൊഡക്റ്റിന് ഇപ്പോൾ 1 കിലോ ആപ്പിളിന് മാക്സിമം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ
200 രൂപയെ വരാൻ പറ്റുള്ളൂ, അതിൻ്റെ മുകളിലേക്ക് പോകാൻ വേണ്ടി പറ്റില്ല എന്ന് പറയുന്നത് എന്താണ്? ഒരു നിയമപരമായിട്ടുള്ള രീതി, ഒരു പരിധി നിശ്ചയിക്കുകയാണ്. അപ്പോൾ അതാണ് പ്രൈസ് കൺട്രോളിൽ പറയുന്നത്. ഫോർത്ത് വൺ എന്ന് പറയുന്നത് റേഷനിങ്ങിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ റേഷനിങ് എന്ന് പറയുന്നത് നമുക്കറിയാം കൃത്യമായിട്ടുള്ള അളവിൽ കുറച്ച് കാര്യങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ പല കാരണങ്ങൾ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ കമ്മോഡിറ്റീസ് എന്ന് പറയുന്നത് ആളുകളിലേക്ക് എത്തിക്കുന്നത് എന്ത് ചെയ്യണം, ഒന്ന് നിയന്ത്രിക്കേണ്ടതിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ റേഷനിങ് അല്ലാതെ എന്ത് ചെയ്യണം, ഇപ്പോൾ ഒരുപാട് സമ്പന്നരായിട്ടുള്ള വ്യക്തികൾ എന്ത് ചെയ്യും, കുറേ വസ്തുക്കൾ എന്ത് ചെയ്യും വാങ്ങിക്കുകയും അതിൻ്റെ വിലയൊക്കെ വർദ്ധിക്കാൻ വേണ്ടി കാരണമാകും. പക്ഷേ നമ്മളെ സംബന്ധിച്ച് ഒരുപാട് ആളുകൾക്കും താങ്ങാവുന്നതിനും അപ്പുറത്തേക്ക് എന്ത് ചെയ്യാണ്, അതിൻ്റെ വില കൂടുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ ഒരു എക്സാമ്പിൾ സ്വർണത്തിൻ്റെ വിലയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല കാശുള്ള എല്ലാവർക്കും സ്വർണം നന്നായിട്ട് രീതിയിൽ അഫോർഡ് ചെയ്യാൻ പറ്റും. അത് എത്ര രൂപ കൂടിക്കഴിഞ്ഞാലും അവർക്കത് കൺസ്യൂം ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ വളരെ പാവപ്പെട്ട വീട്ടിലുള്ള ഒരാൾക്കൊരു ഗോൾഡ് എന്ന് പറയുന്ന ഒരു അസറ്റ് വാങ്ങി വെക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അയാളുടെ താങ്ങാവുന്നതിലും അപ്പുറമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റേഷനിങ് എന്ന് പറയുന്ന ഒരു സമ്പ്രദായം ഉണ്ടെന്നുണ്ടെങ്കിൽ പലതരത്തിലുള്ളൊരു നിയന്ത്രണമുണ്ട്, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റീസിൻ്റെ മേളിൽ അത് കൺസ്യൂം ചെയ്യുന്നതിൽ എന്ത് ചെയ്യണം, ഒരു റേഷനിങ് ലക്ഷ്യമിടുന്നു എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമ്മുടെ ഇൻഫ്ലേഷനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റുമെന്നാണ് ഇതിലൂടെ പറയുന്നത്. ഇനി മോണിറ്ററി പോളിസി ആൻഡ് ഇൻഫ്ലേഷനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. മോണിറ്ററി പോളിസി എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് അല്ലേ. അതായത് നമ്മുടെ ടോട്ടലായിട്ട് മൊത്തത്തിലുള്ള ഒരു ചെലവ് എന്ന് പറയുന്നത് നിയന്ത്രിക്കുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഇൻഫ്ലേഷനെ നിയന്ത്രിക്കാൻ വേണ്ടി പറ്റുമെന്നാണ് ഈ ഒരു മോണിറ്ററി പോളിസി കൊണ്ട്, അതായത് ഈ ഒരു ധനനയം കൊണ്ട് ലക്ഷ്യമിടുന്നത്. നമ്മുടെ ചെലവ് എന്ന് പറയുന്നത് വളരെയധികം കൂടുന്ന സമയത്ത്, അതായത് അമിതമായിട്ടുള്ള ചിലവുണ്ടാകുന്ന സമയത്താണ് എന്ത് ചെയ്യുക, മാർക്കറ്റിൽ മണി കൂടുതലായിട്ട് സർക്കുലേറ്റ് ചെയ്യുക. അതുമൂലം എന്ത് ചെയ്യും, അത് ഇൻഫ്ലേഷനിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇതിനെയൊക്കെ നമ്മൾ ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ എന്നൊക്കെ പറയാറുണ്ട് അല്ലേ. അപ്പോൾ ഇതൊക്കെ തന്നെ പരിഹരിക്കുന്നതിന് എന്ത് ചെയ്യണം, നമ്മുടെ കൊമേഴ്ഷ്യൽ ബാങ്ക്സിൻ്റെ ഈ ലോണ് നൽകാനുള്ളൊരു കഴിവ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലോണ് നൽകുക എന്ന് പറയുന്ന ഒരു സ്കീമിനെ പരിമിതപ്പെടുത്തിക്കൊണ്ട് എന്ത് ചെയ്യണം, നമ്മുടെ സെൻട്രൽ ബാങ്ക് എന്ത് ചെയ്യണം, പണവിതരണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് കഴിയും. അതായത് മണി സർക്കുലേറ്റ് ചെയ്യുന്നത് മൂലമാണ് നമ്മുടെ മാർക്കറ്റിൽ ഇൻഫ്ലേഷൻ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ആളുകൾക്ക് മണി ഒരുപാട് കിട്ടുന്ന തരത്തിലുള്ള ലോണും കാര്യങ്ങളും ഒക്കെ തന്നെ നിയന്ത്രിക്കണം. ആ നിയന്ത്രിക്കുന്നതിലൂടെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നമ്മുടെ ഇൻഫ്ലേഷനെ കുറയ്ക്കാൻ വേണ്ടി കഴിയും. ഇപ്പോൾ ഉയർന്ന തരത്തിൽ ബാങ്ക് റേറ്റ് കൊണ്ടുവരിക, അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഇപ്പോൾ ഗവൺമെൻറ് സെക്യൂരിറ്റീസിൻ്റെയൊക്കെ തന്നെ വിൽപ്പന നടത്തുക, അല്ലെങ്കിൽ റിവേഴ്സ് റെപ്പോസ് കൊണ്ടുവരിക, അങ്ങനെ ഒരുപാട് ടൂൾസ് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. എന്നാലും ചെലവ് വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള ഇൻഫ്ലേഷൻ്റെ ഒരു ധനനയം എന്ന് പറയുന്നത് വളരെയധികം ഫലപ്രദമായിട്ടുള്ള ഒന്നല്ല. ഇപ്പോൾ മോണിറ്ററി പോളിസീസിൻ്റെ ഉപകരണങ്ങളുണ്ട്. ഇപ്പോൾ ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് ടൂൾസ് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ ക്രെഡിറ്റ് നിയന്ത്രണങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ അതൊക്കെ തന്നെ ഒരു വികസ്വര രാഷ്ട്രത്തിൽ അത് വളരെയധികം ഫലപ്രദമാണ്. പക്ഷേ നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ എപ്പോഴും ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് പലപ്പോഴും കടം വാങ്ങിയിട്ടുള്ള ഫണ്ടുകൾ എന്ന് പറയുന്നത് പല രീതിയിലും പോകുന്നൊരു തരത്തിലാണ്. അതായത് ഇപ്പോൾ ഇവർ മോണിറ്ററി പോളിസി ആൻഡ് ഇൻഫ്ലേഷനിലൂടെ പറയുന്നത് എങ്ങനെയാണോ ഇൻഫ്ലേഷൻ സംഭവിക്കുന്നത് അതിന് നേരെ ഓപ്പോസിറ്റായിട്ട് അതിനെയൊക്കെ തന്നെ എന്ത് ചെയ്യണം, കൺട്രോൾ ചെയ്ത് നിർത്തി പലതരത്തിലുള്ള ടൂൾസുകൾ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യണം, എല്ലാ ഫണ്ടുകളും ഒന്ന് സ്റ്റോപ്പ് ചെയ്യണം എന്നല്ല, ഒരു റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്നിട്ട് അതിനെന്ത് ചെയ്യണം, ഒരു മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ എല്ലാത്തിലും ഉണ്ടാകുന്ന ഈ ലോൺ എന്ന് പറയുന്നതൊക്കെ തന്നെ നിയന്ത്രിക്കുന്നതിലൂടെ നമുക്ക് ഇൻഫ്ലേഷനെ നിയന്ത്രിക്കാൻ വേണ്ടി പറ്റുമെന്നാണ് അവർ ഇതിനകത്തൂടെ പറയുന്നത്. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫിസ്ക്കൽ പോളിസി ആൻഡ് ഇൻഫ്ലേഷനെ കുറിച്ചിട്ടാണ്. Fiscal policy can control inflation by reducing public spending and increasing taxes to create a budget surplus. അപ്പോൾ ബഡ്ജറ്റിൻ്റെ ഒരു സർപ്ലസ് സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, നമ്മുടെ പൊതുവായിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ പബ്ലിക് സ്പെൻഡിങ് എന്ന് പറയുന്നത് കുറയ്ക്കുകയും നമ്മുടെ ടാക്സ് എന്ന് പറയുന്നത് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഫിസ്ക്കൽ പോളിസി കൊണ്ടുവരുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഇൻഫ്ലേഷനെ നിയന്ത്രിക്കാൻ വേണ്ടി പറ്റുമെന്നാണ് ആദ്യത്തെ കാര്യം പറയുന്നത്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഹയർ ടാക്സസ് ആൻഡ് ലോവർ ഗവൺമെൻറ് സ്പെൻഡിങ് ഡിക്രീസ് പീപ്പിൾ ഡിസ്പോസിബിൾ ഇൻകം റെഡ്യൂസിങ് ഓവറോൾ ഡിമാൻഡ്. വലിയ തരത്തിലുള്ളൊരു ടാക്സ് കൊടുക്കുകയാണ്. അതുപോലെ ഗവൺമെൻറ്റിൻ്റെ സ്പെൻഡിങ് എന്ന് പറയുന്നത് വളരെയധികം കുറയാണ്. പിന്നെ ആളുകളുടെ ഒരു ഡിസ്പോസിബിൾ എന്ന് പറയുന്ന ഇൻകം എന്ന് പറയുന്നത് കുറയ്ക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ മൊത്തത്തിൽ എല്ലാവരുടെയും ആവശ്യം കുറയുകയും ചെയ്യുന്നതിലൂടെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഇൻഫ്ലേഷനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റുമെന്നാണ് പറയുന്നത്. തേർഡ് വൺ എന്ന് പറയുന്നത് വെൻ ഡിമാൻഡ് ഡിക്രീസ് പ്രൈസസ് ടെൻസ് ടു ഫോൾ ഹെൽപ്പിംഗ് ടു കർബ് ഇൻഫ്ലേഷൻ. അപ്പോൾ ഡിമാൻഡ് എന്ന് പറയുന്നത് കുറയുമ്പോൾ എന്ത് ചെയ്യും, വില കുറയും. ഇതെന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഇൻഫ്ലേഷൻ തടയാൻ വേണ്ടിയിട്ട് സാധിക്കും. സിമ്പിളായിട്ടുള്ള കാര്യമല്ലേ. ഫോർത്ത് വൺ എന്ന് പറയുന്നത് ദി ഇമ്പാക്ട്സ് ഓഫ് ഫിസ്ക്കൽ പോളിസി ഓൺ ഇൻഫ്ലേഷൻ ഡിപ്പെൻഡ്സ് ഓൺ ഹൗ ദ ഗവൺമെൻറ്റ്സ് ഹാൻഡിൽ ഇറ്റ്സ് ഡെപ്റ്റ്സ്. അതായത് നമുക്ക് അറിയുന്നൊരു കാര്യമാണ് പണപ്പെരുപ്പം എന്ന് പറയുന്നതിൽ നമ്മുടെ ഫിസ്ക്കൽ പോളിസീനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് നമ്മുടെ ഗവൺമെൻറ് എന്ത് ചെയ്യാണ്,
കടങ്ങളൊക്കെ തന്നെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നത്, അതായത് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ പൊതുകടം എങ്ങനെ കൈകാര്യം ചെയ്യുന്നതിന് എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നതാണ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. അത് കറക്റ്റായിട്ടുള്ള രീതിയിൽ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇൻഫ്ലേഷൻ ഇല്ലാണ്ടാവും. 5th വൺ എന്ന് പറയുന്നത് പേയിങ് ഓഫ് പബ്ലിക് ഡെബ്റ്റ്സ് വിത്ത് സർപ്ലസ് ക്യാൻ ഇൻക്രീസ് ഓവറോൾ സ്പെൻഡിങ് വേഴ്സണിങ് ഇൻഫ്ലേഷൻ. അതായത് നമ്മുടെ സർപ്ലസ് ഉപയോഗിച്ചിട്ട് പൊതുകടങ്ങളൊക്കെ തന്നെ തിരിച്ചടക്കുകയാണ്. അങ്ങനെ അത് എന്ത് ചെയ്യും, ടോട്ടലായിട്ടുള്ള ഒരു ഇൻഫ്ലേഷൻ എന്ന് പറയുന്നതിനെ ചിലപ്പോൾ ഒരു മാറ്റത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട്. 6th വൺ എന്ന് പറയുന്നത് യൂസിങ് സർപ്ലസ് ഫണ്ട്സ് ടു റീപേ ഡെബ്റ്റ്സ് ഹെൽഡ് ബൈ ബാങ്ക്സ് ക്യാൻ ഇൻക്രീസ് അവൈലബിൾ ക്രെഡിറ്റ് ലീഡിങ് ടു ഹയർ ഇൻഫ്ലേഷൻ. ഈ ബാങ്കുകളുടെയൊക്കെ തന്നെ ഉള്ള കടങ്ങളൊക്കെ തന്നെ തിരിച്ചടയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സർപ്ലസ് ഫണ്ടുകൾ ഉപയോഗിക്കുന്നതിന് അതിന് ആവശ്യമായിട്ടുള്ള രീതിയിൽ ക്രെഡിറ്റുകൾ എന്ന് പറയുന്നത് കൊണ്ടുവരിക. ആ ക്രെഡിറ്റുകൾ ഇപ്പോൾ ക്രെഡിറ്റ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ തന്നെ എന്ത് ചെയ്യും, അതൊരു ഉയർന്ന തരത്തിലുള്ള ഒരു ഇൻഫ്ലേഷനിലേക്ക് നയിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ക്രെഡിറ്റ്സ് എന്ന് പറയുന്നത് എന്തിന് കാരണമാവുന്നു എന്നാണ് പറയുന്നത്, ഇൻഫ്ലേഷന് കാരണമാവുന്നു എന്നാണ് പറയുന്നത്. 7th വൺ, however using surplus funds to repay debts held by the central bank or external creditors doesn't add inflation. ഇപ്പോൾ സെൻട്രൽ ബാങ്കിൻ്റെയോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ഡെപ്റ്റേഴ്സിൻ്റെയോ ഒക്കെ തന്നെ കടങ്ങൾ തിരിച്ചടയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സർപ്ലസ് ഫണ്ടുകൾ ഉപയോഗിക്കുന്നത് ഇൻഫ്ലേഷനെ വർദ്ധിപ്പിക്കാൻ കാരണമാവുന്നില്ല എന്നാണ് പറയുന്നത്. പിന്നെ ഉയർന്ന തരത്തിലുള്ള വേജ് കൊടുക്കുക, അല്ലെങ്കിൽ ഉയർന്ന തരത്തിലുള്ള പ്രൊഡക്ഷൻ കോസ്റ്റ് ഉണ്ടാവുക, ഇതൊക്കെ തന്നെ വർദ്ധിച്ചു വരുന്ന ഒരു ചിലവാണ്. അതുമൂലം നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇൻഫ്ലേഷനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള പോളിസീസ് ഉപയോഗിക്കാൻ വേണ്ടി പറ്റില്ല. കാരണം വേജ് കൂടുന്നതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റില്ല, അല്ലെങ്കിൽ ഉൽപ്പാദനത്തിൻ്റെ ചിലവ് കൂടുന്നതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. അതുകൊണ്ട് ഇത്തരത്തിലുള്ള പോളിസീസ് അവിടെ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല എന്നാണ് പറയുന്നത്. പിന്നെ സർക്കാരിൻ്റെ സ്പെൻഡിങ്സ് എന്ന് പറയുന്നത് വളരെയധികം വെട്ടിക്കുറയ്ക്കുക എന്ന് പറയുകയും അതുപോലെ ഡിമാൻഡ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, അപ്പോൾ ഒരു ഡിമാൻഡുള്ളൊരു പ്രൊഡക്റ്റ് ഉണ്ടെന്ന് വിചാരിക്കുക, അതിന് നല്ല രീതിയിൽ ടാക്സ് ഉയർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ എന്ത് ചെയ്യും, ആളുകളത് വാങ്ങാണ്ടാവുകയും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വരുമാനം എന്ന് പറയുന്നത് ഒരു ടൈമിൽ കുറഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിലും പിന്നെ തൊഴിലില്ലായ്മ എന്നൊക്കെ തന്നെ വർദ്ധിപ്പിക്കുന്നതിന് ചിലപ്പോൾ ഇത് കാരണമാവും. അതായത് ഗവൺമെൻറ്റിൻ്റെ സ്പെൻഡിങ് എന്ന് പറയുന്നത് കുറയ്ക്കുന്നുണ്ട്, പിന്നെ ഡിമാൻഡ് എന്ന് പറയുന്നത് എന്ത് ചെയ്യും, കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ടാക്സ് കൂട്ടുമ്പോൾ എന്ത് ചെയ്യും, അവിടെ അത് വാങ്ങാണ്ടിരിക്കുകയും പിന്നെ വരുമാനം എന്ന് പറയുന്നത് ഓൾറെഡി അവിടെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ വരുമാനം കുറയുന്നതിനനുസരിച്ചിട്ട് തൊഴിലില്ലായ്മ എന്ന് പറയുന്നത് വർദ്ധിപ്പിക്കാനും അല്ലെങ്കിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കാനും കാരണമാവുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ വർദ്ധിച്ചു വരുന്ന എല്ലാ കോസ്റ്റുകളും മൂലമുണ്ടാകുന്ന ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ടാക്സ് എന്ന് പറയുന്നതിൽ ചെറിയ വ്യത്യാസങ്ങൾ വരുത്താനും നമ്മുടെ ചിലവ് എന്ന് പറയുന്നത് ക്രമീകരിക്കാനും അതുപോലെ സർക്കാരിൻ്റെ ഒരുപാട് തരത്തിലുള്ള നടപടികളും ഉപയോഗിക്കേണ്ടതുണ്ട് എന്നാണ് ഈ ഒരു ഫിസ്ക്കൽ പോളിസി ആൻഡ് ഇൻഫ്ലേഷനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ഫിസ്ക്കൽ പോളിസി എങ്ങനെയാണ് ഇൻഫ്ലേഷനെ ഹെൽപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ചില തരത്തിൽ ഒന്ന് നെഗറ്റീവായിട്ട് എങ്ങനെ മാറുന്നു അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് എങ്ങനെ മാറുന്നു എന്നാണ് ഫിസ്ക്കൽ പോളിസി ആൻഡ് ഇൻഫ്ലേഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അടുത്തെന്ന് പറയുന്നത് ക്രൗഡിങ് ഔട്ട് എഫക്റ്റിനെ കുറിച്ചിട്ടാണ്. ക്രൗഡിങ് ഔട്ട് എഫക്റ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ 1-2 മാർക്കിന് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. മേ ബി crowding out happens when increased government spending causes to decrease in private investment. The cause occurs because the government's higher demand for credit pushes interest rates up. As interest rate rise, private investment decreases. So സർക്കാരിൻ്റെ സ്പെൻഡിങ് അല്ലെങ്കിൽ ചിലവെന്ന് പറയുന്നത് വർദ്ധിക്കുന്നത് പലതരത്തിലുള്ള, അതായത് സർക്കാർ എപ്പോഴും നമ്മുടെ സൊസൈറ്റിയിൽ സ്പെൻഡ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ ഈ ഒരു പ്രൈവറ്റ് സെക്ടേഴ്സിൻ്റെ അല്ലെങ്കിൽ പ്രൈവറ്റിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് കുറയാണ് ഉണ്ടാവുക. അതായത് ഓൾറെഡി ഇവിടെ ഗവൺമെൻറ് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്കൂളുകളുണ്ട്, കുറേ ഗവൺമെൻറ് സ്കൂൾസ് ഉണ്ട്. എല്ലാവരും അത് പ്രിഫർ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സ്വകാര്യ സ്കൂളുകളുടെ ആവശ്യം വരുന്നില്ല. അപ്പോൾ അതേപോലെ സ്വകാര്യ തരത്തിലുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് കുറവുണ്ടാവാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ പലതരത്തിലുള്ള ലോണിൻ്റെയും അതുപോലെ സർക്കാരിൻ്റെ ഒരുപാട് തരത്തിലുള്ള ആവശ്യങ്ങൾ എന്ന് പറയുന്നത് കൂടുന്നതിനനുസരിച്ചിട്ട് അവിടുത്തെ പലിശ നിരക്ക് എന്ന് പറയുന്നത് ഉയരുന്നതിനാലൊക്കെ തന്നെയാണ് ഈ ഒരു കാര്യം സംഭവിക്കുന്നത്. അപ്പോൾ പലിശ നിരക്ക് എന്ന് പറയുന്നു പലിശ നിരക്ക് ഉയരുന്നു, സർക്കാരിൻ്റെ ആവശ്യങ്ങൾ വർദ്ധിക്കുന്നു, അതിനനുസരിച്ചിട്ട് സർക്കാരിൻ്റെ സ്പെൻഡിങ് കൂടുന്നു, അപ്പോൾ സ്വകാര്യ ഇൻവെസ്റ്റ്മെൻറ്റിൽ കുറവുണ്ടാവുന്നു. അങ്ങനെയാണ് ഈ ഒരു ക്രൗഡിങ് ഔട്ട് എഫക്റ്റ് എന്ന് പറയുന്നത് സംഭവിക്കുന്നത്. അപ്പോൾ പലിശ നിരക്ക് എന്ന് പറയുന്നത് ഉയരുന്നതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും, സ്വകാര്യ നിക്ഷേപം എന്ന് പറയുന്നത് കുറയും എന്നാണ് ഇതിലൂടെ പറയുന്നത്. അപ്പോൾ എത്രത്തോളം ഇൻട്രസ്റ്റ് റേറ്റ് കൂടുന്നോ അതിനനുസരിച്ചിട്ട് പ്രൈവറ്റിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് കുറഞ്ഞുകൊണ്ടേയിരിക്കും. അതായത് ഇപ്പോൾ ഒരു ലോണ് പോലും പ്രൈവറ്റ് എൻ്റർപ്രൈസസിനൊന്നും ലഭിക്കാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഒന്ന് ആലോചിക്കുക ഹയർ റേറ്റിൽ. അപ്പോൾ എന്ത് ചെയ്യും, അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഇനി ഡിഫ്ലേഷനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം ഡിഫ്ലേഷൻ ഈസ് വെൻ പ്രൈസസ് കീപ്പ് ഡ്രോപ്പിംഗ് ഓവറോൾ. മൊത്തത്തിൽ എന്ത് ചെയ്യാണ്, പ്രൈസ് എന്ന് പറയുന്നത് ഡൗൺ ആകുമ്പോഴാണ് ഡിഫ്ലേഷൻ സംഭവിക്കുന്നത്. ഇപ്പോൾ ബാങ്കുകളിൽ നിന്നൊക്കെ തന്നെ നമുക്ക് എന്ത് ചെയ്യും, ഇത്ര എമൗണ്ട് മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യുക കിട്ടുള്ളൂ, അല്ലെങ്കിൽ കുറഞ്ഞ പണമൊക്കെ തന്നെ ലഭിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ
ഗവൺമെൻറ് എന്ന് പറയുന്നത് സ്പെൻഡിങ് ഒക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ മണി സർക്കുലേഷൻ എന്ന് പറയുന്നത് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ പണത്തിൻ്റെ അളവ് എന്ന് പറഞ്ഞത് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഡിഫ്ലേഷൻ സംഭവിക്കുക. ഇപ്പോൾ പെരുപ്പത്തിൻ്റെ സമയത്ത് നമുക്കറിയാം ഇൻഫ്ലേഷൻ്റെ സമയത്ത് മണി ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഡിഫ്ലേഷൻ്റെ സമയത്ത് മണി സർക്കുലേറ്റ് ചെയ്യാനില്ല. മണി സർക്കുലേറ്റ് ചെയ്യാനില്ലാത്തത് കൊണ്ട് തന്നെ പണത്തിൻ്റെ മൂല്യം എന്ന് പറയുന്നത് വളരെയധികം വർദ്ധിച്ചിരിക്കും. ഈ ഒരു കാലയളവിൽ പലപ്പോഴും എന്ത് ചെയ്യും, നമ്മുടെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് കുറയുകയും അതുപോലെ ഈ ഒരു കാലഘട്ടത്തിൽ ആളുകൾക്ക് ജോലി നഷ്ടപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതായത് ഒരുപാട് മണി സർക്കുലേറ്റ് ചെയ്യാനുള്ളിടത്തോളം കാലം പ്രൊഡക്ഷൻ കുറയുന്നു, ഇത് വാങ്ങാനുള്ള ആളുകൾക്ക് എമൗണ്ട് ലഭിക്കാണ്ടിരിക്കുന്നു. ഇതൊക്കെ തന്നെ ഡിഫ്ലേഷനകത്ത് വരുന്നതാണ്. അപ്പോൾ പ്രൊഡക്ഷൻ യൂണിറ്റ് പ്രവർത്തിക്കാനുള്ള ഒരു കോസ്റ്റ് എന്ന് പറയുന്നത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു എമൗണ്ട് അവിടെ ഇല്ല, അല്ലെങ്കിൽ ആളുകൾക്ക് അതിന് വേജായിട്ട് കൊടുക്കാനുള്ളതില്ല, ആളുകൾക്ക് അത് വാങ്ങാനുള്ളൊരു എമൗണ്ട് ഇല്ല. അത്രയധികം പണം ഇല്ലാതിരിക്കുന്ന, അല്ലെങ്കിൽ പണത്തിൻ്റെ മൂല്യം എന്ന് പറയുന്നത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നൊരു അവസ്ഥേനെയാണ് ഡിഫ്ലേഷൻ എന്ന് പറയുന്നുണ്ടാവുക. ഇനി നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് അൺഎംപ്ലോയ്മെൻറ്റിനെ കുറിച്ചിട്ടാണ്. നമുക്കറിയാം തൊഴിലില്ലായ്മ എന്ന് പറയുന്നത് നമ്മുടെ മോഡേൺ ആയിട്ടുള്ളൊരു സമൂഹത്തിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു പ്രശ്നമാണ്. ഇപ്പോൾ ഈ ഇടയ്ക്ക് റീസെൻ്റ് ആയിട്ടൊരു കണക്ക് വന്നപ്പോൾ പോലും കേരളത്തിലാണ് ഏറ്റവും അധികം തൊഴിൽ രഹിതർ ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ധാരാളം ആളുകൾക്ക് ജോലി ഇല്ലാത്ത, അല്ലെങ്കിൽ ജോലി ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയാണ്. എന്നാൽ സജീവമായിട്ട് അവർ ജോലി അന്വേഷിക്കുകയോ അല്ലെങ്കിൽ ജോലി ചെയ്യാൻ കാത്തിരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് തൊഴിലില്ലായ്മ ഉണ്ടാകുന്നത്. അതായത് ഏത് ജോലിയും ചെയ്യാൻ ഓക്കെയാണ്, അല്ലെങ്കിൽ അവർ സെർച്ച് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്, പക്ഷേ ജോലിയില്ല. ആ ഒരു സാഹചര്യത്തിനെയാണ് അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ തൊഴിൽ രഹിതർ എന്ന് പറയുന്നത് എന്താണ്, ജോലി ഇല്ലാത്ത വ്യക്തികളെയാണ് നമ്മൾ പറയുന്നത്. ഇനി ടൈപ്സ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ്സ് ഉണ്ട്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് വോളണ്ടറി അൺഎംപ്ലോയ്മെൻ്റ് ആണ്. അതായത് അവർ ഇപ്പോൾ ഒരു വേജ് കിട്ടിയിട്ടുണ്ടാകും, അതായത് പെർ ഡേ ഒരു 500 rupees കിട്ടാമെന്ന് വിചാരിക്കുക. അത്തരത്തിലുള്ള ഒരു വേജ് റേറ്റിൽ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ജോലി ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുമ്പോഴാണ് വോളണ്ടറി അൺഎംപ്ലോയ്മെൻറ്റ് ഉണ്ടാവുക. കാരണം ഇപ്പോൾ നമുക്കറിയാം 500 രൂപ ഡെയിലി കിട്ടിയിട്ട് എനിക്ക് കാര്യമില്ല, എനിക്ക് ഈ ഒരു എമൗണ്ടിന് ഇവിടെ ജോലി ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്ന് പറയുമ്പോൾ അവർ അൺഎംപ്ലോയിഡ് ആവുക എന്നുള്ളത്, അതായത് വെറുതെ ഇരിക്കാൻ പോവുക എന്നുള്ളത് അവർ തീരുമാനിക്കുന്നൊരു കാര്യമാണ്. അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ഒരു ഉൽപ്പാദനക്ഷമതയ്ക്ക് എന്ത് ചെയ്യാണ്, വേതനം കുറവാണെന്നൊക്കെ തന്നെ കണ്ടെത്തുന്നതിലൂടെയാണ് അവരെന്ത് ചെയ്യുക, ജോലി വിട്ടു പോവുക. അങ്ങനെ ജോലി ഇല്ലാണ്ടിരിക്കുന്നവരാണ് വോളണ്ടറി അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. അതായത് നിലവിലുണ്ടാവുന്ന ഒരു വേജ് റേറ്റിന് ജോലി ചെയ്യാതിരിക്കാൻ തീരുമാനിക്കുന്ന സമയത്തുണ്ടാവുന്ന അൺഎംപ്ലോയ്മെൻ്റ് ആണ് വോളണ്ടറി എന്ന് പറയുന്നത്. ഇൻവോളണ്ടറി അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ആളുകൾ ജോലി ചെയ്യാൻ തയ്യാറാണെന്നുണ്ടെങ്കിലും അവർക്ക് ഓപ്പർച്യൂണിറ്റീസ് കിട്ടാണ്ടിരിക്കുക, അല്ലെങ്കിൽ അവർക്ക് ജോലി കിട്ടാതിരിക്കുക, അല്ലെങ്കിൽ നിലവിലുള്ള വേതന നിരക്കിൽ ജോലി കണ്ടെത്താൻ കഴിയാത്തപ്പോഴാണ് ഇൻവോളണ്ടറി അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടാവുന്നത്. തേർഡ് വൺ എന്ന് പറയുന്നത് ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെൻറ്റ് ആണ്, അല്ലെങ്കിൽ ഹിഡൻ അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അതായത് ആളുകൾ ശരിക്കും തൊഴിലൊക്കെ ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നുമെങ്കിലും മൊത്തത്തിൽ നമ്മുടെ പ്രൊഡക്ഷൻ്റെ സമയത്ത് നെഗറ്റീവാണ് ഉണ്ടാവുക. അതായത് പ്രൊഡക്ഷനിലൊന്നും വലിയ വ്യത്യാസമൊന്നുമില്ല, പക്ഷേ ആളുകൾ ജോലി ചെയ്യുന്നുണ്ട്, പക്ഷേ അവർക്ക് അതിന് ഒരു പ്രൊഡക്ഷൻ്റെ കേസിൽ ഒരു സംഭാവന നൽകാൻ വേണ്ടിയിട്ട് കഴിയാതിരിക്കുക. അപ്പോൾ കൃഷി പോലുള്ള മേഖലകളിൽ ആളുകൾ ജോലി ചെയ്യുന്നുണ്ടോ, നന്നായിട്ട് ജോലി ചെയ്യുന്നുണ്ട്, പക്ഷേ പ്രൊഡക്ഷൻ റിലേറ്റ് ചെയ്തിട്ട് വരുമ്പോൾ അത് മാർക്കറ്റിലേക്ക് എത്തുമ്പോൾ എന്ത് ചെയ്യാണ്, അവർക്ക് അതിനുള്ളൊരു റെമ്യൂണറേഷൻ കറക്റ്റായിട്ട് കിട്ടാണ്ടിരിക്കുന്ന ഒരു അവസ്ഥ. അതിനെയാണ് ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. ഹിഡൻ ആയിട്ട് നിൽക്കുന്നതാണ്. ഇനി സൈക്ലിക്കൽ അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയും. അതായത് ഡിമാൻഡിലുണ്ടാവുന്ന ഏറ്റക്കുറച്ചിലുകൾ മൂലം ഉണ്ടാവുന്നതാണ് സൈക്ലിക്കൽ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ സാമ്പത്തിക മാന്ദ്യ സമയത്ത് എന്ത് ചെയ്യും, ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നത് കുറയും, അല്ലെങ്കിൽ ഇപ്പോൾ പലതരത്തിലെ ആളുകളെ പിരിച്ചുവിടും. ഇപ്പോൾ ചില ഓഫീസസിൽ നമ്മൾ കേട്ടിട്ടുണ്ടാകും, പ്രൈവറ്റ് ഓഫീസസിൽ ആളുകളിങ്ങനെ പിരിച്ചുവിടും. അതായത് ഇന്നൊരു സമയം ആകുമ്പോഴേക്കും ആളുകളെ പിരിച്ചുവിട്ട് വിടും. അങ്ങനെ ഉണ്ടാവുന്ന അൺഎംപ്ലോയ്മെൻറ്റിനെയാണ് സൈക്ലിക്കൽ എന്ന് പറയുക. ഇപ്പോൾ ഡിമാൻഡിനനുസരിച്ചിട്ട് അവരെന്ത് ചെയ്യും, ആളുകളെ കൂട്ടും അല്ലെങ്കിൽ കുറയ്ക്കും. ചിലപ്പോൾ സാമ്പത്തിക മാന്ദ്യ സമയത്ത് അവരുടെ നിയമനം എന്ന് പറയുന്നത് കുറയ്ക്കും. അങ്ങനെയൊക്കെ ഉണ്ടാവും. അൺഎംപ്ലോയ്മെൻ്റ് ആണ് സൈക്ലിക്കൽ അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. സീസണൽ അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പലതരത്തിലുള്ള കാലാവസ്ഥയോ അല്ലെങ്കിൽ അവധി ദിനങ്ങളൊക്കെ തന്നെ വളരെയധികം ബാധിക്കുന്ന ഒരു ഇൻഡസ്ട്രീസ് ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെ ഇൻഡസ്ട്രീസിൽ ഉണ്ടാവുന്ന സമയത്ത് ആളുകൾ എന്ത് ചെയ്യും, ആ സീസണിനനുസരിച്ചിട്ടാണ് അവർ ജോലി ചെയ്യുക. ഇപ്പോൾ ഒരു ജോലി എന്ന് പറയുന്നത് ഒരു സീസണിൽ മാത്രം നിൽക്കുകയും ആ ഒരു സീസണിൽ മാത്രമാണ് അത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ നടത്താൻ വേണ്ടി പറ്റുള്ളൂ. അതുകൊണ്ട് അപ്പോൾ മാത്രം ചെയ്യുക. അതിനനുസരിച്ചിട്ട് തൊഴിലാളികളുടെ ആവശ്യമുണ്ടാകുമ്പോൾ തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യുന്നു. അപ്പോൾ സീസൺ കഴിയുമ്പോൾ അവരെന്ത് ചെയ്യും, പിരിച്ചുവിടുന്നു. അപ്പോൾ എന്ത് ചെയ്യും, അവിടെ ഒരു സീസണൽ ആയിട്ടുള്ള അൺഎംപ്ലോയ്മെൻറ്റ് ഉണ്ടാവുകയാണ്. ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെൻറ്റ് അല്ലെങ്കിൽ സർജ് അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുമ്പോൾ എപ്പോഴും ആളുകൾ എന്ത് ചെയ്യും, സജീവമായിട്ടുള്ള രീതിയിൽ ജോലി ഇങ്ങനെ തേടിക്കൊണ്ടേയിരിക്കും. പക്ഷേ നല്ല രീതിയിലൊരു പുതിയ ജോലി കണ്ടെത്താനോ അല്ലെങ്കിൽ അവർക്കൊരു ജോലിയിൽ നിന്ന് മറ്റൊരു ജോലിയിലേക്ക് പോകാനോ ഒക്കെ തന്നെ എടുക്കുന്ന സമയം, അതായത് ഒരു ജോലി കണ്ടുപിടിക്കാൻ എടുക്കുന്ന സമയം അല്ലെങ്കിൽ ഒരു ജോലിയിൽ നിന്ന് മറ്റൊരു ജോലിയിലേക്ക് പോകാൻ എടുക്കുന്ന സമയത്ത്
ഒരു ഗ്യാപ്പ് ഉണ്ടാവും. ആ ഗ്യാപ്പിൻ്റെ ഇടയിൽ ഉണ്ടാവുന്ന അൺഎംപ്ലോയ്മെൻറ്റിനെയാണ് ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയാം. 7th വൺ എന്ന് പറയുന്നത് സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെൻറ്റ് ആണ്. ഇപ്പോൾ നമ്മുടെ സാങ്കേതിക വിദ്യ, ഇപ്പോൾ AI ഒക്കെ വന്ന ശേഷം ഒരുപാട് പേർക്ക് ജോലി നഷ്ടപ്പെട്ടു എന്ന് നമ്മൾ കേൾക്കുന്നുണ്ട്. അതുപോലെ ഇൻഡസ്ട്രീസിലൊക്കെ തന്നെ വന്ന മാറ്റങ്ങൾ കാരണം തൊഴിലാളികൾ അല്ലെങ്കിൽ അവരുടെ ഒന്നും ആവശ്യമില്ലാത്തത് മൂലം ഒരുപാട് പേർക്ക് ജോലി നഷ്ടപ്പെടുന്നതിനെയാണ് സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയാം. ഇനി അണ്ടർ എംപ്ലോയ്മെൻറ്റിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഹാപ്പൻസ് വെൻ വർക്കേഴ്സ് ആർ നോട്ട് ഫുള്ളി യൂട്ടിലൈസിങ് ദ സ്കിൽസ് ഇൻ ദെയർ കറണ്ട് ജോബ് സച്ച് എസ് ഹൈലി ക്വാളിഫൈഡ് ഇൻഡിവിജ്വൽസ് വർക്കിംഗ് ഇൻ ലോ സ്കിൽഡ് പൊസിഷൻസ്. അതിലൂടെ ഉണ്ടാകുന്നതാണ് അണ്ടർ എംപ്ലോയ്മെൻറ്റ്. അതായത് സ്കില്ല് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അപ്പോൾ ഓരോ മനുഷ്യനും അവരുടേതായിട്ടുള്ള സ്കില്ലും കാര്യങ്ങളുണ്ടാകും. അപ്പോൾ അവരുടെ സ്കില്ലിന് പറ്റുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ നല്ല സ്കില്ലുള്ള ആളുകൾ പോലും വളരെ ലോ സ്കിൽഡ് ആയിട്ടുള്ള രീതിയിലുള്ള പൊസിഷൻസിൽ നിൽക്കുമ്പോൾ അവരുടെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കഴിയില്ല ഏതൊരു കമ്പനിക്കും. അങ്ങനെ അവരുടെ തൊഴിലാളികളൊക്കെ തന്നെ നിലവിലെ ജോലികളിൽ അവരുടെ കഴിവുകൾ പൂർണ്ണമായിട്ട് ഉപയോഗിക്കാതിരിക്കുന്ന സമയത്താണ് അണ്ടർ എംപ്ലോയ്മെൻറ്റ് ഉണ്ടാവുന്നത്. 9th വൺ എന്ന് പറയുന്നത് ടെക്നോളജിക്കൽ അൺഎംപ്ലോയ്മെൻ്റ് ആണ്. അതായത് യന്ത്രങ്ങൾ, മെച്ചപ്പെട്ട ഉൽപ്പാദന രീതികൾ, പിന്നെ ഇതൊക്കെ തന്നെ മാനുവലായിട്ടുള്ള രീതിയിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ തന്നെ മാറ്റി സ്ഥാപിക്കുമ്പോൾ സംഭവിക്കുന്നത് ടെക്നോളജിക്കൽ അൺഎംപ്ലോയ്മെൻ്റ് ആണ്. അതായത് അവിടെ എന്താണ്, ആളുകൾക്ക് ജോലി നഷ്ടപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, അവിടെ എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നൊരു കാര്യം ഇല്ലാതിരിക്കുകയും ടെക്നോളജി കാരണം അവിടെ അൺഎംപ്ലോയ്മെൻറ്റ് സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു. 10th വൺ എന്ന് പറയുന്നത് നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെൻ്റ് ആണ്. അതായത് നമ്മുടെ എക്കോണമി എന്ന് പറയുന്നത് ഫുൾ എംപ്ലോയ്മെൻറ്റിലായിരിക്കുന്ന സമയത്ത് അവിടെ നിലനിൽക്കുന്ന ഒരു തൊഴിലില്ലായ്മയുടെ സ്റ്റേജിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇപ്പോൾ പലതരത്തിലുള്ള കോൺഫ്ലിക്റ്റ് കാരണം അല്ലെങ്കിൽ സ്ട്രക്ചർ ബേസ് ചെയ്തിട്ട് അവിടെ ഒരു തൊഴിലില്ലായ്മ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ലോങ് ടേമിലേക്ക് ഒരു കുറഞ്ഞ രീതിയിൽ ഒരു തൊഴിലില്ലായ്മയെ അത് പ്രതിനിധീകരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ നാച്ചുറലായിട്ട് എക്കോണമിയിൽ ഒരു പൂർണ്ണ തൊഴിലവസരത്തിലായിരിക്കുന്ന സമയത്ത് പോലും ചെറിയൊരു തൊഴിലില്ലായ്മ എന്ന് പറയുന്ന ഒരു സ്റ്റേജ് അവിടെ ഉണ്ടാവുന്നുണ്ട്. ആ സ്റ്റേജ് ഒരു സ്ട്രക്ചറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് പറയുന്നത്. ലോങ് ടേമിലേക്ക് ചിലപ്പോൾ എന്ത് ചെയ്യും, ഈ തൊഴിലില്ലായ്മ എന്ന് പറയുന്നത് വളരെ ചെറിയ രീതിയിൽ പോകുമെന്നാണ് പറയുന്നത്. അപ്പോൾ നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു തൊഴിലില്ലായ്മ എന്ന് പറയുന്നത് ഒരു റേറ്റിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് നാച്ചുറൽ റേറ്റ് ആണ്, അത് ഉണ്ടാകും, അങ്ങനെ ഉണ്ടാവണം എന്നുള്ള രീതിയിലാണ് അതിൽ പറയുന്നത്. ഇനി ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഓക്കൻസ് ലോനെ കുറിച്ചിട്ടാണ്. Okun's law describes the relationship between real GDP and the unemployment rate. അതായത് നമ്മുടെ റിയൽ GDPയും നമ്മുടെ തൊഴിലില്ലായ്മയുടെ നിരക്കും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പിനെയാണ് ഓക്കുൻസ് ലോ പറയുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് അൺഎംപ്ലോയ്മെൻ്റ് ആണല്ലോ. അതും റിയൽ GDPയും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പിനെയാണ് ഈ ഒരു ഓക്കുൻസ് ലോ എന്ന് പറയുന്ന കാര്യം പറയുന്നത്. നമ്മുടെ റിയൽ GDP എന്ന് പറയുന്നത് ഇൻക്രീസ് ആവുന്ന സമയത്ത് നമ്മുടെ തൊഴിലില്ലായ്മ എന്ന് പറയുന്നത് കുറയുന്നു, അൺഎംപ്ലോയ്മെൻറ്റ് കുറയും. നമ്മുടെ റിയൽ GDPയിലേക്ക് ഇങ്ങനെ കോൺട്രിബ്യൂഷൻസ് വരുമ്പോൾ എന്ത് ചെയ്യും, തൊഴിലില്ലായ്മ കുറയുകയാണല്ലോ. അതായത് തൊഴിലില്ലായ്മ ഇല്ലാതാവുന്നതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, റിയൽ GDP വർദ്ധിക്കുന്നത്. അങ്ങനെ തിരിച്ചുമാണ്, അതായത് തൊഴിലില്ലായ്മ കുറയുമ്പോൾ GDP വർദ്ധിക്കുന്നു, GDP വർദ്ധിക്കുമ്പോൾ തൊഴിലില്ലായ്മ കുറയുന്നു, അങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ ആർത്തർ ഓക്കുനാണ് ഈ ഒരു കാര്യത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് അമേരിക്കൻ എക്കണോമിസ്റ്റ് ആയിട്ടുണ്ടായിരുന്ന ആർത്തർ ഓക്കുൻ്റെ പേരിൽ ഓക്കുൻസ് ലോ എന്നുള്ള രീതിയിൽ ഇത് പറയുന്നത്. അപ്പോൾ അദ്ദേഹമാണ് ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുന്നത്. നമ്മുടെ റിയൽ GDPയിൽ ഓരോ 3% ഇൻക്രീസ്മെൻറ്റ് ഉണ്ടാവുന്ന, അതായത് ഇൻക്രിമെൻ്റ് ഉണ്ടാവുന്ന സമയത്തും നമ്മുടെ അൺഎംപ്ലോയ്മെൻറ്റിൻ്റെ നിരക്ക് എന്ന് പറയുന്നത് 1% കുറയുന്നു. അപ്പോൾ 3:1 എന്ന് പറയുന്ന അനുപാതത്തിലാണ് പോകുന്നത്. അപ്പോൾ റിയൽ GDPയിൽ 3% ഇൻക്രീസ് ചെയ്യുമ്പോൾ അവിടെ അൺഎംപ്ലോയ്മെൻറ്റ് 1% കുറയുന്നുണ്ടാവും. അതാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഇതിൽ ലേബർ ഫോഴ്സിനെ കുറിച്ചിട്ടൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ലേബർ ഫോഴ്സ് എന്ന് പറയുന്നത് എംപ്ലോയ്മെൻറ്റ് പ്ലസ് അൺഎംപ്ലോയ്ഡ് ആണ്. അതായത് ജോലി ചെയ്യുന്നവരും ജോലി ചെയ്യാത്തവരും തമ്മിലും കൂടി കൂട്ടിച്ചേരുമ്പോഴാണ് ലേബർ ഫോഴ്സ് എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടാകുന്നത്. ഇനി ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ലേബർ ഫോഴ്സ് ഡിവൈഡഡ് ബൈ അഡൾട്ട് പോപ്പുലേഷൻ ചെയ്താൽ മതിയാവും. ഇനി അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് എന്ന് പറയുന്നത് അൺഎംപ്ലോയ്ഡ് ബൈ ലേബർ ഫോഴ്സ് ആണ് കാണുന്നത്. അപ്പോൾ ജസ്റ്റ് ഈ ഇക്വേഷൻസ് ഒന്ന് നോക്കി വയ്ക്കാം. ഇനി ഡിസ്കസ് ചെയ്യുന്നത് മെഷർമെൻറ്റ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് ഇൻ ഇന്ത്യനെ കുറിച്ചിട്ടാണ്. അപ്പോൾ യൂഷ്വൽ സ്റ്റാറ്റസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതായത് സാധാരണ നിലയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു വ്യക്തിക്ക് വർഷത്തിൻ്റെ എല്ലാ ദിവസവും അല്ലെങ്കിൽ ഭൂരിഭാഗം സമയങ്ങളിലും ജോലി ചെയ്യാൻ കഴിയുന്നില്ലേ എന്നതിനെ അടിസ്ഥാനമാക്കിയിട്ട് അൺഎംപ്ലോയ്മെൻറ്റ് നിർവചിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, യൂഷ്വൽ സ്റ്റാറ്റസിനകത്ത് പറയുന്നത്. ഇത് 183 ദിവസത്തിനോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ഒക്കെ തന്നെ ഒരു ഇത്ര ഡേയ്സ് വെച്ചിട്ടാണ് അതിൽ പറയുക. ഇനി കറണ്ട് വീക്ക്ലി സ്റ്റാറ്റസിനെ കുറിച്ച്, അതായത് CWSനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് കൺസിഡർ സംവൺ അൺഎംപ്ലോയ്ഡ് ഇഫ് ദേ വേർ അൺഎബിൾ ടു ഫൈൻഡ് വർക്ക് ഈവൻ ഫോർ 1 hour ഡ്യൂറിങ് ദ വീക്ക് പ്രിസീഡിങ് ദി സർവേ. അപ്പോൾ
ഒരു സർവേക്ക് മുമ്പുള്ള ഒരാഴ്ച, ഇപ്പോൾ നമ്മളൊരു സർവേ എടുക്കുകയാണ്, ആ ഒരു സർവേക്ക് മുമ്പുള്ള ഒരാഴ്ചയിൽ 1 മണിക്കൂർ പോലും ജോലി ചെയ്യാൻ കഴിയില്ല അല്ലെങ്കിൽ ജോലി കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നതിനെ അടിസ്ഥാനമാക്കിയിട്ട് ഒരാളെ തൊഴിൽ രഹിതനായിട്ട് കണക്കാക്കുന്നതിനെയാണ് കറണ്ട് വീക്ക്ലി സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. അപ്പോൾ വീക്കിലി ഒരു വീക്കിൽ 1 മണിക്കൂർ പോലും ജോലി ചെയ്യാൻ പറ്റാതിരിക്കുന്ന ഒരവസ്ഥ. ഇനി കറണ്ട് ഡെയിലി സ്റ്റാറ്റസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു സർവേ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് മുമ്പുള്ള ദിവസത്തിൽ 1 മണിക്കൂർ പോലും ജോലി ചെയ്യാൻ കഴിയാത്ത വ്യക്തികളെ ആണ് അൺഎംപ്ലോയ്ഡ് ആയിട്ട് കാണുക. അങ്ങനെ ഈ ഒരു 3 ടൈപ്പ് അല്ലെങ്കിൽ 3 മാനദണ്ഡങ്ങളിലാണ് നമ്മൾ എന്ത് ചെയ്യുക, തൊഴിലില്ലായ്മ എന്ന് പറയുന്നത് CDS കണക്കാക്കുന്നത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന സ്റ്റാഗ്ഫ്ലേഷൻ ഓഫ് 1970s കുറിച്ചിട്ടാണ്. അപ്പോൾ സ്റ്റാഗ്ഫ്ലേഷൻ എന്ന് പറയാൻ നമുക്കറിയാം, ഒരു സമ്പദ് വ്യവസ്ഥയിൽ ഒരേ സമയം സംഭവിക്കുന്ന ഇൻഫ്ലേഷനും അതുപോലെ ഹൈ റേറ്റുള്ള ഇൻഫ്ലേഷനും ഹൈ റേറ്റുള്ള അൺഎംപ്ലോയ്മെൻറ്റും ഉണ്ടാകുന്ന ഒരു അവസ്ഥേനെയാണ് സ്റ്റാഗ്ഫ്ലേഷൻ എന്ന് പറയാം. ഓക്കെ, സോ ഇതിലത് ഇങ്ങനെയാണ് പറയുന്നത്: സ്റ്റാഗ്ഫ്ലേഷൻ റെഫേഴ്സ് ടു എ സ്റ്റേറ്റ് ഓഫ് ഹൈ ഇൻഫ്ലേഷൻ ആൻഡ് ഹൈ അൺഎംപ്ലോയ്മെൻറ്റ് ഒക്കറിങ് സിമിൾട്ടേനിയസ്ലി ഇൻ ആൻ എക്കോണമി. ഇതാണ് അതിൻ്റെ ഡെഫിനിഷനായിട്ട് പറയുന്നത്. സോ ഇത് ഒറിജിൻ ചെയ്ത് വരുന്നത് നമ്മുടെ സാമ്പത്തിക ശാസ്ത്രജ്ഞനായിട്ടുള്ള പോൾ സാമുവൽസൺ ആണ് ഈ ഒരു സ്റ്റാഗ്ഫ്ലേഷൻ എന്നുള്ള രീതിയിൽ സ്റ്റാഗ്നേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ ഒരു ഹൈ അൺഎംപ്ലോയ്മെൻറ്റും എക്സസ് കപ്പാസിറ്റിയും പ്രൈസ് എന്ന് പറയുന്നത് ഫോൾ ചെയ്യുന്നതും അതിനെയാണ് സ്റ്റാഗ്നേഷൻ എന്ന് പറയുക. അതായത് സ്റ്റാഗ്നേഷൻ്റെ മീനിങ് എന്ന് പറയുക ഒരു സ്തംഭനം എന്നുള്ള രീതിയിലാണ് അതിൻ്റെ മീനിങ്. ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് റൈസിങ് പ്രൈസസ് ആണ്. അപ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടിച്ചേർത്തിട്ടാണ് നമ്മുടെ പോൾ സാമുവൽസൺ സ്റ്റാഗ്ഫ്ലേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം കൊണ്ടുവരുന്നത്. അപ്പോൾ സ്റ്റാഗ്ഫ്ലേഷൻ എന്ന് പറയുന്നത് എറൈസ് ചെയ്യുന്നത്, ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യുകയും ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഫോൾ ചെയ്യും, റിമെയിൻ സ്റ്റാഗ്നൻ്റ് ആയിട്ട് നിൽക്കുകയാണ്. അതായത് പണപ്പെരുപ്പം വർദ്ധിക്കുമ്പോൾ ഉൽപ്പാദനം കുറയുകയും അല്ലെങ്കിൽ നിശ്ചലമായിട്ട് തുടരുകയോ ചെയ്യുമ്പോഴാണ് സ്റ്റാഗ്ഫ്ലേഷൻ ഉണ്ടാവുന്നത്. ഇത് മെഷർ ചെയ്യുന്നത് എക്കണോമിക് ഡിസ്കംഫർട്ട് ഇൻഡെക്സ് കാൽക്കുലേറ്റഡ് ആസ് ദ സം ഇൻഫ്ലേഷൻ ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് ഈസ് ഓഫൺ യൂസ് ടു ക്വാണ്ടിഫൈ സ്റ്റാഗ്ഫ്ലേഷൻ ഇമ്പാക്റ്റ്. അപ്പോൾ ഒരു തൊഴിലില്ലായ്മ നിരക്കിനെ വെച്ചിട്ടോ അല്ലെങ്കിൽ ടോട്ടലായിട്ട് കാണുന്ന തുകയുമായിട്ടൊക്കെ കണക്ട് ചെയ്തിട്ടാണ് ഇതിൻ്റെ മെഷർമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 1970കളിൽ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയിൽ ഈ ഒരു പ്രതിഭാസം, അതായത് ഈ ഒരു സ്റ്റാഗ്ഫ്ലേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം വരികയാണ്, അത് പൊരുത്തപ്പെടുകയാണ്. അങ്ങനെ ഒരുപാട് വെല്ലുവിളികൾ നേരിടുകയും പലതരത്തിലുള്ള സാമ്പത്തികമായിട്ടുള്ള ഒരു ചലനാത്മകതയ്ക്ക് വേണ്ടിയിട്ട് ഈ ഒരു സ്റ്റാഗ്ഫ്ലേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം കൊണ്ടുവന്നു എന്നാണ് പറയുന്നത്. ഇനി റീസൺസ് ഉണ്ട് എന്തുകൊണ്ടാണ് സ്റ്റാഗ്ഫ്ലേഷൻ ഉണ്ടാകുന്നത്. നമ്മൾ സ്റ്റാഗ്ഫ്ലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞത്, ഹൈ ഇൻഫ്ലേഷനും ഹൈ അൺഎംപ്ലോയ്മെൻറ്റും ഒക്കറിങ് സിമിൾട്ടേനിയസ്ലി ഇൻ ആൻ ഇക്കോണമി. ഒരുമിച്ച് ഇത് 2 കാര്യങ്ങൾ വരുന്നതിനെയാണ്. അപ്പോൾ ഇതിൻ്റെ റീസൺസ് എന്ന് പറയുന്നത് എക്സസ് അഗ്രിഗേറ്റ് ഡിമാൻഡാണ്, എക്സസ് ഓഫ് അഗ്രിഗേറ്റ് ഡിമാൻഡ്. അപ്പോൾ നമ്മുടെ കമ്മോഡിറ്റീസും അതുപോലെ തന്നെ നമ്മുടെ തൊഴിലാളികളുടെയും ഒക്കെ തന്നെ ഒരുപാട് ആവശ്യം എന്ന് പറയുന്നതിലൂടെ, അതായത് ഡിമാൻഡ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നതിലൂടെ വില വർദ്ധിപ്പിക്കേണ്ടി വരും, വേതനം വർദ്ധിപ്പിക്കേണ്ടി വരും. അതെന്ത് ചെയ്യും, ഇൻഫ്ലേഷനിലേക്ക് നയിക്കുന്നു. അപ്പോൾ ഹൈ ഇൻഫ്ലേഷൻ ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള ഒരു അഗ്രിഗേറ്റ് ഡിമാൻഡ് എന്ന് പറയുന്ന ഒരു കാര്യം, എക്സസ് ഓഫ് അഗ്രിഗേറ്റ് ഡിമാൻഡ് എന്ന് പറയുന്ന ഒരു കാര്യം അവിടെ ഉണ്ടാവുന്നു. അപ്പോൾ ഡിമാൻഡ് എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഈ ഡിസ്ട്രിബ്യൂഷനേക്കാളും മറികടക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, നമ്മുടെ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻസും അല്ലെങ്കിൽ നമ്മുടെ ഈ കമ്പനികളൊക്കെ എന്ത് ചെയ്യും, വില വർദ്ധിപ്പിക്കുന്നു, ഉൽപ്പാദനം കുറയ്ക്കുന്നു. അങ്ങനെ സ്റ്റാഗ്ഫ്ലേഷനിലേക്കാണിത് അവസാനം എത്തുക. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഇൻക്രീസ് ഇൻ മണി സപ്ലൈനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഈ സെൻട്രൽ ബാങ്കുകളൊക്കെ തന്നെ മണി എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിലൂടെ അമിതമായിട്ടുള്ള ഒരു മാക്രോ എക്കണോമിക് നയങ്ങളൊക്കെ തന്നെ കൊണ്ടുവരികയും അതിലൂടെ ഇൻഫ്ലേഷന് കാരണമാവുന്നു എന്ന് പറയുന്നു. ഇപ്പോൾ അമിതമായിട്ടുള്ള രീതിയിൽ പണം വിതരണം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്രോത്തിൻ്റെ പെട്ടെന്നുള്ളൊരു ഗ്രോത്തിന് വേണ്ടിയിട്ടും അതുപോലെ ചിലപ്പോൾ തിരിച്ചായിട്ട് അത് വരുമ്പോൾ അത് സ്റ്റാഗ്ഫ്ലേഷനിലേക്ക് നയിക്കാമെന്നാണ് പറയുന്നത്. അപ്പോൾ പണം എന്ന് പറയുന്നത് ഓവറായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാലും എന്തുണ്ടാവും, സ്റ്റാഗ്ഫ്ലേഷൻ ഉണ്ടാവുന്നു. തേർഡ് വൺ എന്ന് പറയുന്നത് സപ്ലൈ ഷോക്കിനെ കുറിച്ചിട്ടാണ്. അതായത് മൊത്തം നമ്മുടെ ഡിസ്ട്രിബ്യൂഷനുമായിട്ട് വെച്ച് നോക്കുമ്പോൾ സ്റ്റാഗ്ഫ്ലേഷൻ സംഭവിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എണ്ണയുടെ വിലയുണ്ടല്ലോ, അത് പെട്ടെന്നുള്ളൊരു വർധനവ് എന്ന് പറയുന്നത് ഉൽപ്പാദനം കുറയ്ക്കുകയും ഉൽപ്പാദന ചെലവ് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ എന്താണ്, നമ്മുടെ എക്കോണമിയിലുള്ള വിതരണവും ഡിമാൻഡും തമ്മിലുള്ളൊരു സന്തുലിതാവസ്ഥ എന്ന് പറയുന്നത് തടസ്സപ്പെടുകയും അത് സ്റ്റാഗ്ഫ്ലേഷന് കാരണമാകുന്നു. ഇപ്പോൾ എണ്ണവില എന്ന് പറയുന്നത് അതുപോലെ തന്നെയാണ്. കാരണം പെട്ടെന്നുള്ളൊരു വർധനവ് എണ്ണവിലയിൽ ഉണ്ടാകുന്ന പെട്ടെന്നുള്ളൊരു വർധനവ് എന്ന് പറയുന്നത് ഉൽപ്പാദനം കുറയ്ക്കുകയാണ് ചെയ്യുക. പെട്ടെന്നൊരു വർധനവ് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് ഹൈ ആവുകയാണ്. അപ്പോൾ ആ ഒരു ഉൽപ്പാദന ചെലവ് വർദ്ധിപ്പിക്കുകയും ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ തന്നെ ഇതിലൂടെ കാരണമാവുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഓരോ ഘടകങ്ങളും സ്റ്റാഗ്ഫ്ലേഷന് കാരണമാവുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ഒരേ സമയം ഉയർന്ന ഇൻഫ്ലേഷനിലേക്കും ഉയർന്ന തൊഴിലില്ലായ്മയിലേക്കും നയിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കാരണമാവുന്നത്. അപ്പോൾ ഈ ഇൻഫ്ലേഷൻ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്രൊഡക്ഷനൊക്കെ നിർത്തി വെച്ച് കഴിഞ്ഞാൽ ആളുകൾക്ക് എങ്ങനെയാണ് ജോലി ഉണ്ടാവുക, അതാണ് ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ഇനി ഫിലിപ്സ് കർവ് ആണ് നമ്മുടെ ലാസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത്. ഇതിനകത്ത് അത് A.W. ഫിലിപ്സ് ആണ് ഫിലിപ്സ് കർവ് എന്ന് പറയുന്ന ഒരു കാര്യം അവതരിപ്പിച്ചത്.
So, it illustrates an inverse relationship between money wage rate and unemployment rate. അപ്പോൾ നമ്മുടെ ഈ ഒരു തൊഴിലില്ലായ്മയുടെ നിരക്കും നമ്മുടെ വേജ് റേറ്റിൻ്റെ നിരക്കും തമ്മിലുള്ള വിപരീതമായിട്ടുള്ളൊരു ബന്ധമാണ്. അതായത് ഇൻവേഴ്സ് റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടാണ് ഫിലിപ്സ് കർവ് പറയുന്നത്. ഇപ്പോൾ ഉയർന്ന തരത്തിലുള്ളൊരു തൊഴിലില്ലായ്മ അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത് കുറഞ്ഞ തരത്തിലുള്ളൊരു വേജ് റേറ്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ഫിലിപ്സ് കർവ് ഇതിലൂടെ പറയുന്നത്. ഇപ്പോൾ ഇതിലുണ്ടാവുന്ന കർവ് എന്ന് പറയുന്നത് പലതരത്തിലുള്ള വിശദീകരണങ്ങളാണ് പറയുന്നത്. ഒന്ന്, നമ്മുടെ പ്രൊഡക്ഷൻ എഫിഷ്യൻസിക്ക് മുകളിൽ എന്ത് ചെയ്യാണ് വേതനം വർദ്ധിപ്പിക്കാനുള്ള അവിടെ ഉണ്ടാവുന്ന തൊഴിലാളികളുടെ ഒരു കഴിവിനെ കുറിച്ചിട്ടാണ്. അതായത് അവർ ഇത്രേ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ, അതിൽ നിന്ന് വലിയ ലാഭമൊന്നും ഉണ്ടാക്കിയില്ലെങ്കിലും ഞങ്ങൾക്ക് വേജ് കുറേ കൂടണം, അങ്ങനെ ഒരു ചിന്ത. രണ്ടാമതെന്ന് പറയുന്നത് ഈ ഒരു വേജിൻ്റെ വർധനവിലേക്കും അത് തൊഴിലില്ലായ്മയിലേക്കും നയിക്കുന്ന തൊഴിലാളികളുടെ അധിക ആവശ്യം. അതായത് ഓവറായിട്ട് അവരെന്ത് ചെയ്യാണ് വർധനവിലേക്ക് കൊണ്ടുപോവുകയും അത് കിട്ടിയില്ലെങ്കിൽ അവർ തൊഴിലില്ലായ്മയിലേക്ക് പോകുന്ന തരത്തിലുള്ള ഒരു കാര്യം കൊണ്ടുവരികയും അങ്ങനെ തൊഴിലാളികളുടെ അധിക ആവശ്യം മൂലമാണ് ഇത്തരത്തിലുള്ള രണ്ട് കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് ഈ ഒരു കർവ് പറയുന്നത്. അപ്പോൾ ഷോർട്ട് ടേമിലേക്ക് ഫിലിപ്സ് കർവ് എന്ന് പറയുന്നത് ഇൻഫ്ലേഷനും അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റും തമ്മിലുള്ള, അതായത് ഇത് തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പിനെയാണ് പ്രകടമാക്കുന്നത്. ഇതാണ് ഇതിൽ പറയുന്നത്. ഷോർട്ട് റൺ ഫിലിപ്സ് കർവ് ഡെമോൺസ്ട്രേറ്റ് ദ ട്രേഡ് ഓഫ് ബിറ്റ്വീൻ ഇൻഫ്ലേഷൻ ആൻഡ് അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് എന്നാണ്. അപ്പോൾ റെഡ്യൂസിങ് അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത് എന്ത് ചെയ്യണം, മേ റിക്വയർ അക്സെപ്റ്റ് ഹയർ ഇൻഫ്ലേഷൻ റേറ്റ്സ് ആൻഡ് വൈസ് വേഴ്സ. അപ്പോൾ ഒരു പണപ്പെരുപ്പം എന്ന് പറയുന്നത്, അതായത് മണി സർക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് എന്ത് ചെയ്യുക തൊഴിലെന്ന് പറയുന്നത് ഉണ്ടാവുള്ളൂ. മണി സർക്കുലേറ്റ് ചെയ്യുമ്പോൾ ആളുകൾ വാങ്ങാനുള്ളത് കൂടുന്നതുകൊണ്ട് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് കൂടും. അങ്ങനെ എന്ത് ചെയ്യും, തൊഴിലില്ലായ്മ ഇല്ലാണ്ടാവുന്നതിനെ കുറിച്ചിട്ടാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഫിലിപ്സ് കർവിൻ്റെ ഒരു ക്രിട്ടിക്സിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാഗ്ഫ്ലേഷൻ വിശദീകരിക്കാൻ ഇതിലൂടെ സാധിക്കുന്നില്ല, ഫിലിപ്സ് കർവിലൂടെ സാധിക്കുന്നില്ല എന്നും, അതുപോലെ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് ഈ ഓരോ ഫ്യൂച്ചറിലും അല്ലെങ്കിൽ നമ്മൾ ഓരോ ടൈമിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതിൽ പറയാൻ വേണ്ടി പറ്റുന്നില്ല എന്നും, അതുപോലെ ഇൻഫ്ലേഷനും ഈ ഒരു അൺഎംപ്ലോയ്മെൻറ്റും തമ്മിലുള്ള ലോങ് ടേമിലേക്കുള്ള ഒരു ട്രേഡ് ഓഫിൻ്റെ അഭാവം എന്ന് പറയുന്നതൊക്കെ തന്നെ ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ടോട്ടലായിട്ട് ഫിലിപ്സ് കർവ് എന്ന് പറയുന്നത് ഷോർട്ട് ടേമിലേക്ക് ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ ആയിട്ടുള്ള രീതിയിൽ എക്കോണമിയിൽ ഒരു തരത്തിലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെടുക്കുന്നതിനും സ്റ്റാഗ്ഫ്ലേഷൻ എന്ന് പറയുന്നത് വിശദീകരിക്കുക എന്ന് പറയുന്നതിൽ ഫിലിപ്സ് കർവ് പരാജയമാണെന്നും ലോങ് ടേമിലേക്ക് അതിന് ഇൻസ്റ്റെബിലിറ്റിയാണ് നൽകുന്നത് എന്നാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ പരിമിതികളായിട്ടാണ് പറയുന്നത്. അപ്പോൾ AW ഫിലിപ്സ് ആണിത് ഫിലിപ്സ് കർവ് എന്ന് പറയുന്ന കാര്യം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു വേജ് റേറ്റും തൊഴിലില്ലായ്മയുടെ നിരക്കും തമ്മിലുള്ള ഒരു ഇൻവേഴ്സ് റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടാണ് ഫിലിപ്സ് കർവ് പറയുന്നതെന്നും, അതുപോലെ നമ്മുടെ സ്റ്റാഗ്ഫ്ലേഷൻ എന്ന് പറയുന്ന ഒരു കാര്യത്തെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫിലിപ്സ് കർവിന് സാധിക്കുന്നില്ല എന്നും ക്രിട്ടിക്സുകൾ പറയുന്നുണ്ട്. തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഫിലിപ്സ് കർവിനകത്ത് ഉൾപ്പെടുത്തണം. ഇത് അങ്ങനെ ഡയറക്റ്റായിട്ട് ഫിലിപ്സ് കർവിന് ചോദിക്കാൻ ചാൻസ് ഇല്ല, എന്നാലും എവിടെയെങ്കിലും ഒരു 5 മാർക്കിന് ചോദിച്ചാൽ നമുക്ക് എഴുതാം എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഓവറോൾ ആയിട്ട് ഈ ഒരു മൊഡ്യൂൾ കഴിഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ളൊരു മൊഡ്യൂളാണ്. ഇവിടെ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ്, ഇപ്പോൾ essay ക്വസ്റ്റ്യൻസ് ആണെന്നുണ്ടെങ്കിലും 10 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണെന്നുണ്ടെങ്കിലൊക്കെ വരും. അതുകൊണ്ട് ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് മസ്റ്റായിട്ട്, ഈ ഒരു ഫുൾ ഭാഗം എന്ന് പറയുന്നത് പഠിച്ചു വെക്കേണ്ടത് വളരെയധികം ആവശ്യമാണ്.